ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ എല്ലാ ചൊവ്വാഴ്ചകളിലും നമ്മള് സ്റ്റോറി തെറാപ്പി, കഥയിലുമുണ്ടൊരു കാര്യം, ഒരു പങ്ക്തിയാണ്. അങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ ഇന്ന് 85ാമത്തെ ദിവസമാണ്. അതിൽ ശിവരാജ് സാറ് തീർച്ചയായിട്ടും നല്ലവണ്ണം കഥ പറയുന്ന ഒരു ട്രെയിനർ ആണ് എന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയാം. കാരണം അത്ര രസകരമായി സാർ അത് മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലുള്ള പലരും, ഞങ്ങളെല്ലാവരും തന്നെ ഇങ്ങനെ കഥകൾ പറയാറുണ്ട്. സോ ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും വളരെ മനോഹരമായ ഒരു കഥ ശിവരാജ് സാറിലൂടെ നമുക്ക് കേൾക്കാം. നിങ്ങളെല്ലാവരെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട ശിവരാജ് സാറെ, ഡോക്ടർ ശിവരാജ് സാർ, യു ആർ വെൽക്കം. എല്ലാവർക്കും നമസ്കാരം, ഗുഡ് ഈവനിങ്. 2005-2006 കാലഘട്ടത്തിൽ മലയാളം വാരികയിൽ വന്ന ഒരു കഥയാണ് ഞാൻ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. എൻ്റെ ചെറുകഥാസമാഹാരം മറ്റേ ആണൊരുത്തൻ്റെ ആഘോഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് പുസ്തകത്തിനകത്ത് ആദ്യത്തെ കഥയായിട്ട് വന്നിട്ടുണ്ട്. കഥയുടെ പേര് ഗൗതമി എന്നാണ്. ഇപ്പോൾ ഈ സ്കൂൾ ഓപ്പണിങ്ങും മറ്റേ സ്കൂൾ റിസൾട്ടും ഒക്കെ വന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥ, 10-15 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സാഹചര്യമാണ്. ഒരു കുട്ടി മറ്റേ വളരെ പാവപ്പെട്ട, വളരെ ലോ ഇൻകം ഗ്രൂപ്പിലുള്ള ഒരു കുട്ടിയാണ്. അവർക്ക് വളരെ ഖേദകരമായ, സങ്കടകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നു +1 പീരീഡിൽ. അപ്പോൾ എല്ലാവരും വിചാരിച്ചു കുട്ടി ആകെ കുഴപ്പത്തിലാവും, പ്രശ്നത്തിലാവും എന്ന് വിചാരിച്ചിട്ട് അതിനെപ്പറ്റി ആർക്കും യാതൊരു ഹോപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഈ കുട്ടിക്ക് ആ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർക്കായി. അപ്പോൾ ഇത് ശരിക്കും നടന്ന ഒരു സാഹചര്യമാണ്. ഇതിനകത്ത് അത് എങ്ങനെയാണ് ഇങ്ങനെ മാർക്ക് കിട്ടിയത് എന്നുള്ളതിനെ പറ്റിയൊക്കെ അവരുടെ ഹെഡ് മിസ്ട്രസ് ഉൾപ്പെടെ, ടീച്ചേഴ്സ് ഉൾപ്പെടെ പലരും അന്വേഷിച്ചു, പല കാര്യങ്ങളും മനസ്സിലായി. അപ്പോൾ ആ അന്വേഷണത്തിൻ്റെ ഒരു ഭാഗമായിട്ട്, അതിൻ്റെ ഒരു ഒബ്സർവർ എന്നുള്ള നിലയിൽ ആണ് ഞാൻ ഈ കഥ എഴുതുന്നത്. അപ്പോൾ കഥ വായിച്ചു തുടങ്ങാം. വിലാസിനി ടീച്ചർ വീട്ടിലേക്ക് വരുന്നത് കണ്ടപ്പോൾ തന്നെ ഗൗതമിയുടെ ശ്വാസം നിലച്ചുപോയി. ആ ശ്വാസം നിലച്ചത് ഗൗതമി നിരീക്ഷിക്കുകയും ചെയ്തു. ഈ വരവ് പ്രതീക്ഷിക്കാമായിരുന്നു. ഈ വരവിൻ്റെ ഉന്നം അവൾക്കറിയാം. ഒരു പേരാണ് ടീച്ചർക്ക് വേണ്ടത്. വിലാസിനി ടീച്ചർ ഹെഡ് മിസ്ട്രസ്സാണ് സ്കൂളിലെ. ഒരു പേര്: കാമുകൻ, ജാരൻ, ഇടനിലക്കാരൻ, ഉത്തേജകൻ, കൃത്രിമക്കാരനായ രക്ഷകൻ. അങ്ങനെ ഒരാൾ ഗൗതമിയുടെ ജീവിതത്തിലുണ്ട് എന്നവർ കണ്ടെത്തി കഴിഞ്ഞു. ഇനി വേണ്ടത് ആ ആളിൻ്റെ പേര് മാത്രം. അവർ മനസ്സിലാക്കി അങ്ങനെ ഒരാളുണ്ട്. അപ്പോൾ ഇവർ വരുന്നതിൻ്റെ തലേ ദിവസം ഗൗതമിയുടെ അമ്മയോട് ടീച്ചർ ആവശ്യപ്പെട്ടു. ഗൗതമിയുടെ അമ്മയുടെ പേര് കലാവതി. കലാവതി, ഞാൻ ചോദിച്ചാൽ സത്യമേ പറയാവൂ. 3 വീടുകളിലെ അടുക്കളപ്പണി കഴിഞ്ഞിട്ട് ക്ഷീണിച്ച് അവശയായിട്ടാണ് കലാവതി വന്നത്. സത്യം പോയിട്ട് ഒരു കള്ളം പോലും പറയാനുള്ള പാങ്ങ്, ശേഷി അവരിൽ അവശേഷിച്ചിരുന്നില്ല. എന്നിട്ടും വിലാസിനി ടീച്ചർ വിളിച്ചപ്പോഴത്തേക്കിന് വളരെ സന്തോഷത്തോടെ അവർ ടീച്ചറെ കാണാൻ പോയി. കാരണം കലാവതിയുടെ മകൾ ഗൗതമി +2 പരീക്ഷയിൽ ജില്ലയിലെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയിരിക്കുന്നു. സ്കൂളിൽ അവളെ അനുമോദിക്കാനുള്ള ഒരുക്കങ്ങളാണ്. എത്ര മനസ്സുരുകിയ ശേഷമാണ് ദൈവമേ ഒരു സന്തോഷം. ടീച്ചർ പറഞ്ഞു, ഗൗതമിയുടെ വിജയത്തിൽ ഞങ്ങൾക്ക് അത്ഭുതവും സന്തോഷവുമുണ്ട്. എന്നാൽ അത് വെറുതെ ലഭിച്ച ഒരു വിജയമല്ല.
ശൂന്യതയിൽ നിന്നുള്ള ഒരു ജയം. 10ാം ക്ലാസ്സിൽ വളരെ കുറഞ്ഞ മാർക്കിലാണ് അവൾ ജയിച്ചത്. പ്ലസ് വണ്ണിൽ വെച്ചിട്ട് ഒരു സംഭവം ഉണ്ടായി. കുറേ മുട്ടാളന്മാർ പൊതുനിരത്തിൽ വെച്ചിട്ട് അവളെ, അതോടെ ഗൗതമിയും നീയും തകർന്നു പോകും എന്ന് ഞങ്ങൾ വിചാരിച്ചു, ഭയന്നു. ഞങ്ങൾക്കാർക്കും ഒരു സഹായവും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അവിടെ നിന്നാണ്, ആ പൂജ്യത്തിൽ നിന്നാണ് അവൾ വിജയ കൊടുമുടിയിൽ എത്തിയത്. അവിശ്വസനീയം. ഇതിൻ്റെ പിന്നിൽ എന്താണ്? ആരാണ് അവൾക്ക് ഈ മാർക്ക് ശരിയാക്കി കൊടുത്തത്? ഇല്ല, അങ്ങനെ ചോദിക്കുന്നില്ല. ആരാണ് അവളെ ഇത്രയും മിടുക്കിയാക്കിയത്? അവളിൽ സ്വപ്നം നിറച്ചത്, അവളുടെ ചേതനയുണർത്തിയത്, അവളെ പഠിപ്പിച്ചത്, അജയ്യയാക്കിയത് ആരാണ്? ടീച്ചറുടെ വിസ്താരത്തിൽ നിന്ന് കലാവതി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു. കാര്യം അവർക്ക് ഇതിനൊന്നും മറുപടി പറയാനില്ല, അവർക്കൊന്നും അറിയില്ല. രക്ഷപ്പെട്ടു വന്ന് കലാവതി വീടിന് മുൻപിലത്തെ വേലിപ്പത്തലിൽ പിടിച്ച് അശക്തയായി നിൽക്കുന്നത് ഗൗതമി കണ്ടു. ഈ ശ്വാസനാളത്തിൽ കുടുങ്ങിയ ഭക്ഷണം നെറുകയിൽ കയറിയതുപോലെ കണ്ണു തുറിച്ച് ശ്വാസം നിലച്ച് ആണ് കലാവതി നിൽക്കുന്നത്. അനുകമ്പയേക്കാളും കോപമാണ് ഗൗതമിക്ക് തോന്നിയത്. എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ്, ആരെങ്കിലുമൊക്കെ വലിച്ചെറിഞ്ഞ വാക്കുകൾ, ആഹാരമല്ല, ആരെങ്കിലുമൊക്കെ വലിച്ചെറിഞ്ഞ വാക്കുകൾ വെട്ടിവിഴുങ്ങരുതെന്ന്. അവയെ നെറുകയിൽ കയറ്റി ദാ ഇതുപോലെ, ഇനി തുടങ്ങും, ഇന്നത്തേക്കുള്ളതായി, നിശബ്ദമായിട്ട് മുറിയിലേക്ക് പോകാം എന്ന് കരുതിയാൽ അതിനാകും വഴക്ക്. സ്നേഹമില്ലാത്ത മൂശേട്ട. അന്തിയോളം പണി കഴിഞ്ഞ് ശ്വാസം പോലും കിട്ടാതെ വന്ന് കയറിയപ്പോൾ പുറംതിരിഞ്ഞു പോകുന്നു മൂദേവി എന്നാകും ശകാരം. ഗൗതമിക്ക് അമ്മയോട് കനിവ് തോന്നി. അവരുടെ അടുത്തേക്ക് ചെന്നു. കലാവതി പറഞ്ഞു, എനിക്ക് ചത്താ മതി, കേൾപ്പിച്ചൊന്നും പോരല്ലോ നിനക്ക്. അവൾ സാധാരണ ഇല്ലാത്ത വിധം അമ്മയുടെ കൈക്ക് പിടിച്ചു. അവർ പറഞ്ഞു, വേണ്ട, എന്നെ തൊടണ്ട, ഒരുമ്പെട്ടോട്. ആരാ നിനക്ക് ഈ മാർക്കെല്ലാം വാങ്ങിത്തന്നത്? എനിക്കും അറിയണമല്ലോ. നീ അത്രയൊന്നും കേമിയായിട്ട് പഠിക്കുന്നത് ഞാനും കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാ ഇത്രയും മാർക്ക്? പറ. കലാവതി വല്ലാതെ നിന്ന് കേതച്ചു. ഗൗതമിക്ക് ആകെപ്പാടെ കാര്യങ്ങൾ മനസ്സിലായി. അവൾ പറഞ്ഞു, വളരെ ക്ഷമയോടുകൂടി പറഞ്ഞു, അമ്മ വരൂ, പറയാം. ഗൗതമിയുടെ തഞ്ചം കലാവതിയെ അത്ഭുതപ്പെടുത്തി. ഒന്നുകിൽ ഒരു പൊട്ടിത്തെറി, അല്ലെങ്കിൽ ഒരു നിഷേധ മൗനം. അതായിരുന്നു കലാവതി പ്രതീക്ഷിച്ചത്. ഗൗതമിക്ക് അമ്മയോട് വല്ലാത്ത സ്നേഹം തോന്നി. അമ്മയെ താങ്ങിപ്പിടിച്ച് അവൾ അകത്തേക്ക് കയറി. തനിക്കിതുപോലെ പെരുമാറാൻ എങ്ങനെ കഴിഞ്ഞു എന്ന് ഗൗതമി ആശ്ചര്യപ്പെട്ടു. പരീക്ഷയിലെ വിജയം അത്ര മോശമല്ല, അത് ആത്മധൈര്യം തരുന്നുണ്ട് എന്നവൾ സന്തോഷത്തോടെ അറിഞ്ഞു. പണ്ട് ഒരിക്കലും കാണിച്ചിട്ടില്ലാത്ത കാരുണ്യത്തോടെ അവൾ അമ്മയോട് ചോദിച്ചു, വാക്കുകൾ നാം എത്ര അർത്ഥമില്ലാതെയാണ് ഉപയോഗിക്കുന്നത്. അമ്മ എന്നെ എന്തൊക്കെയാണ് വിളിക്കുന്നത്? ശവം, ഉരുമ്പെട്ടോ, മൂശേട്ടോ, സ്നേഹമില്ലാത്തവൾ, വൃത്തികെട്ടവൾ, പാപി. ഞാനിതൊക്കെയാണോ? കലാവതി ഗൗതമിയുടെ കൈ പിടിച്ചെന്ന് കരഞ്ഞു. നിന്നെ അങ്ങനെയൊക്കെ വിളിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഉള്ളിൽ വിങ്ങി നിൽക്കുന്നത് എന്തോ പുറത്തേക്ക് പോകുന്നത് പോലെ. ഒരാശ്വാസം, ഒരു സ്വസ്ഥത. എന്തൊരു വിധിയാണിത്! എനിക്കാകെയുള്ള ഒരു കുഞ്ഞ്. ഓരോ ചീത്ത വാക്കും ഉച്ചരിച്ച് കഴിഞ്ഞ് ഞാൻ നാണക്കേടുകൊണ്ട് ഇല്ലാതാവുകയാണ്. മനസ്സ് തണുക്കാൻ എനിക്ക് വേറെ വഴിയൊന്നും ഇല്ലാഞ്ഞിട്ടാണ്. ഇത് എന്തൊരു നാണം കെട്ട ആശ്വാസമാണ് ദൈവമേ! ഞാനെന്തു പാപിയാണ്. കലാവതി പൊട്ടിക്കരഞ്ഞു. വാക്കിനുമേൽ വാക്ക്, ക്രൂരമായ വാക്ക്, മൗനത്തിനു മേൽ പോലും ഭർസനം.
അമ്മയുടെ മനസ്സിതല്ല എന്ന് ഗൗതമിക്ക് നന്നായി അറിയാം. എങ്കിലും പുറത്തു വരുന്ന വാക്കുകൾ അവൾ തിരിച്ചു. ഓഡിബിൾ ആണല്ലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? യെസ് സാർ, യെസ് സാർ, ഓക്കെ. വാക്കുകൾ നമ്മളെ വിഡ്ഢിയാക്കിയാണ്. നാം എന്തൊക്കെ ശാപവാക്കുകൾ പറയുന്നു. ദേഷ്യം തീർക്കാനായിട്ട് കയ്യിൽ കിട്ടുന്നതെല്ലാം വലിച്ചെറിയും പോലെ നാക്കിൽ കിട്ടുന്ന വാക്കുകളെല്ലാം വലിച്ചെറിയുക. കലാവതി പറഞ്ഞു, എനിക്കറിയില്ല, നിനക്ക് എന്നേക്കാളും വിവരമുണ്ട്, നീ എന്നേക്കാളും സഹിക്കുന്നുണ്ട്, തഞ്ചത്തിൽ നിൽക്കുന്നു, നീ പറ, ഞാൻ എന്തോ ചെയ്യണം? ഗൗതമി പറഞ്ഞു, നമുക്കെതിരെ വാക്കുകൾ വരുമ്പോൾ വായടച്ച് മനസ്സടച്ച് വാക്കുകളെ തന്നെ നോക്കി നിൽക്കണം. ചീറിയെടുക്കുന്ന പുലിയെ പോലെ വരുന്നവ എലിയെ പോലെ, സർക്കസ് കോമാളിയെ പോലെ വിഡ്വേഷം കെട്ടിയാടുന്നതും ഭയം കൊണ്ട് വിറയ്ക്കുന്നതും നമുക്ക് കാണാൻ പറ്റും. കലാവതി പറഞ്ഞു, ഇങ്ങനെ സംസാരിച്ചാൽ എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഏറെ നേരം തലകുനിച്ചിരുന്ന ശേഷം അവൾ ഗൗതമിയോട് പറഞ്ഞു, എനിക്കിപ്പോൾ തോന്നുന്നു നിനക്ക് ഇത്രയും മാർക്ക് വേണ്ടായിരുന്നു, അല്പം കുറവ് മാർക്ക് മതിയായിരുന്നു. ഇനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെ പൊല്ലാപ്പായിരിക്കും. എല്ലാം ശാന്തമായി എന്ന് കരുതിയ സമയത്താണ് ഇതാ വീണ്ടും. ഗൗരവം അഭിനയിച്ച് ഗൗതമി ചോദിച്ചു, അമ്മയ്ക്ക് സത്യം അങ്ങ് പറയാമായിരുന്നോ? സത്യമോ? എന്ത് സത്യം? കലാവതി ഗൗതമിയെ നോക്കി അന്തിച്ചു നിന്നു. ഇനി അവരറിയാതെ വല്ല. അവരുടെ നോട്ടവും അമ്പരപ്പും കണ്ടിട്ട് ഗൗതമി പൊട്ടിച്ചിരിച്ചു. ഒളിപ്പിച്ചു വെച്ച പുഞ്ചിരിയുമായി നിൽക്കുന്ന ശ്രീകൃഷ്ണ പ്രതിമ കാട്ടി ഗൗതമി ചോദിച്ചു, ഈ കൃഷ്ണൻ കൊച്ചാട്ടൻ്റെ പേരൊക്കെ പറഞ്ഞാലോ? കലാവതി തലതാഴ്ത്തിയിരുന്നു. അവർ കരയുകയായിരുന്നു. ഗൗതമി വീണ്ടും പ്രസാദവതിയായി പറഞ്ഞു, പത്മരാജന്റെ ഗന്ധർവൻ. എവിടെ നിന്നോ ലഭിച്ച ഒരു ചെറിയ രൂപം, അതിലെവിടെയോ ഉരസിയപ്പോൾ ഒരു ഗന്ധർവൻ പ്രത്യക്ഷനാകുന്നു. കിന്നരിത്തലപ്പാവും കൈവളകളും പട്ടുടയാടയും അണിഞ്ഞ് കാമദേവനേക്കാൾ സുന്ദരൻ. ചോദിച്ചാൽ എന്തും നൽകും, ഏതു ചോദ്യത്തിന് ഉത്തരം കിട്ടും, ഏത് പരീക്ഷയും അനായാസം എഴുതിക്കും. കന്യകയുടെ ഏത് ആവശ്യവും ആരും അറിയാതെ നിറവേറ്റും. പ്രേമാതുരമായ ഒരു സങ്കല്പം. കന്യകയും ഗന്ധർവനും, വാ, എല്ലാ ചേരുവയും തികയും. വളരെ ചെറിയ വീടായിരുന്നു ഗൗതമിയുടേത്. ഒരു മുറി, ഒരു ചായ്പ്, ഒരടുക്കള, അത്ര മാത്രം. വീടിന് മുന്നിലെത്തിയ വിലാസിനി ടീച്ചറെ, അവരുടെ ഹെഡ് മിസ്ട്രസിനെ, ഒരു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഗൗതമി അവളുടെ സ്വകാര്യ മുറിയായ ചായ്പിലേക്ക് ക്ഷണിച്ചു. ഒരു കസേര എവിടെയുണ്ട്? കസേരയിൽ നിന്ന് ടീച്ചർ പറഞ്ഞു, ഗൗതമി, നീയും എൻ്റെ മകൾ മൃണാളിനിയും എനിക്കൊരുപോലെയാണ്. ചെറിയ പ്രായം മുതൽ നിങ്ങൾ കൂട്ടുകാരാണ്. മൃണാളിനിക്ക് 9ാം ക്ലാസ് മുതൽ ഞങ്ങൾ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. 10ാം ക്ലാസ്സിൽ അവൾക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടി. ആ സമയത്ത് നീ കഷ്ടിച്ച് ജയിച്ചതേ ഉള്ളൂ. പ്ലസ് 1 വെച്ചിട്ട് നിന്നെ തകർത്തിയ സംഭവം ഉണ്ടായി. ആ പൊതുതരത്തിൽ വെച്ചിട്ട് നീ എല്ലാവരിൽ നിന്നും ആകുന്നു. അതോടെ നീ എല്ലാവരും, ഞങ്ങളുമായിട്ടൊക്കെ നീ ആകുന്നു. നീ മാനസികമായി തകർന്നു. ആരോടും മിണ്ടാതെയായി, ഒന്നും പഠിക്കാതെയായി. നിന്നെ നേരെയാക്കാനുള്ള ഞങ്ങളുടെ എല്ലാ ശ്രമങ്ങളും വൃഥാവിലായി. പക്ഷെ നീ നിന്റെ വഴിയിൽ ഉറച്ചു. നിന്റെ ആ സാഹചര്യം നോക്കിയാൽ നിനക്ക് കഷ്ടിച്ചൊരു ജയം, ജയിക്കുകയാണെങ്കിൽ തന്നെ എന്നേ ഞങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷെ നീ ജയിച്ചത് ജില്ലയിൽ തന്നെ 1ാമതായിട്ട്. ഞങ്ങൾക്കിത് അത്ഭുതമാണ്, ഞെട്ടലാണ്, മനസ്സിലാകായികയാണ്. എങ്ങനെയാണ് ഈ വിജയം സാധ്യമായത്? ആരാണ് ഈ വിജയത്തിന് പിന്നിൽ? ആരെങ്കിലും ഒരാളുണ്ടാവും, തീർച്ച. ഒരു സുഹൃത്ത്, ഒരു ബന്ധു, മിടുക്കനായ ഒരാൾ, നിന്നിൽ വൈദ്യുതി വായിച്ചയാൾ. ആരാണ് അയാൾ? നാളെ നടക്കാൻ പോകുന്ന അനുമോദന സമ്മേളനത്തിൽ ഞാനായിട്ട് ഇത് പറയണ്ടെങ്കിൽ വേണ്ട, പറയുന്നില്ല.
എങ്കിലും എനിക്കറിയണം, രഹസ്യമായി സൂക്ഷിക്കണമെങ്കിൽ അങ്ങനെയുമാകാം. ടീച്ചർ അല്പനേരം ഗൗതമിയുടെ ഉത്തരം പ്രതീക്ഷിച്ച് മിണ്ടാതിരുന്നു. പിന്നെ ആത്മഗതമെന്നോണം പറഞ്ഞു, ഇല്ല, നീ പറയില്ല. അതാണല്ലോ നിന്റെ ആയുധം. അന്നൊരിക്കൽ നീ വഴിതെറ്റിപ്പോകുന്നത് കണ്ടിട്ട് ഞാൻ നിന്നെ ഗുണഘോഷിക്കാൻ വന്നു. എൻ്റെ സമനില തെറ്റും വരെ നീ മിണ്ടിയില്ല. അറപ്പ് തീർന്ന കുറ്റവാളിയെപ്പോലെ നിൽക്കുക. ഞാൻ ദേഷ്യം കൊണ്ട് പൊട്ടിത്തകരും വരെ നീ മിണ്ടിയില്ല. എൻ്റെ ജീവിതത്തിൽ തന്നെ അങ്ങനെ ഞാൻ നിയന്ത്രണം വിട്ട സന്ദർഭമില്ല. ഞാൻ ചൂരൽ കൊണ്ടടിച്ച് നിന്റെ പുറം പൊളിച്ചു. ഞാൻ തളർന്നതല്ലാതെ നീ മിണ്ടിയില്ല. നീ എന്തോ തമാശ കാണുന്നത് പോലെ. നിന്റെ അന്നത്തെ മുഖം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ സംഭവം ഓർക്കുമ്പോൾ ഞാൻ സ്വയം പുച്ഛം കൊണ്ട് ഇല്ലാതാവുകയാണ്. എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടാണ്, സത്യം അറിയാനായിട്ടാണ് മോളെ. നീ നിന്റെ മൗനം കൊണ്ട് ഇനിയും എന്നെ തോൽപ്പിക്കരുത്. ടീച്ചർ കരച്ചിലിൻ്റെയും ദേഷ്യത്തിൻ്റെയും വക്കോളം എത്തിയിരുന്നു. ഞാൻ നിന്നെ ആക്ഷേപിക്കുമ്പോൾ അത് തെറ്റാണ് എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. എനിക്കറിയാം, ഞാൻ എവിടെയോ എല്ലാം തെറ്റുന്നുണ്ട്. ശരിയും തെറ്റും അറിയാതെ ഞാൻ ശ്വാസം മുട്ടുകയാണ്. നീ ഇഷ്ടപ്പെടില്ല എന്നറിഞ്ഞിട്ടും ഞാനിവിടെ വന്നതും അതിനാണ്. ടീച്ചർ കൈകൂപ്പിയിരുന്നു. പിന്നെ ദയയാചിക്കും പോലെ ചോദിച്ചു, എനിക്കിത് അറിയാനുള്ള അവകാശമില്ലേ മോളെ? നീ എനിക്ക് അന്യയാണോ? എത്ര കുഞ്ഞുനാൾ മുതൽ, എത്ര ചെറിയ പ്രായം മുതൽ നീ എന്നെ അറിയുന്നതല്ലേ? വിലാസിനി ടീച്ചർ ഗൗതമിയുടെ ബന്ധു കൂടിയായിരുന്നു. ചെറുപ്പത്തിൽ ഗൗതമി ആ വീട്ടിൽ ധാരാളം പോയിരുന്നു. ടീച്ചർക്ക് 2 മക്കളാണ്. ഒന്ന് മൃണാളിനി, പിന്നെ ഒരു മൃണാൾ. അവരുടെ കൂടെ കളിക്കാനായിട്ട്. ഒരിക്കലും 4-5 വയസ്സ് പ്രായമുള്ളപ്പോഴും ഒരു ദിവസം അവളും മൃണാളിനിയും കൂടി കളിക്കുമ്പോഴാണ്, അവരെക്കാൾ 1 വയസ്സിന് എളുപ്പമുള്ള മൃണാൾ കുളിക്കാനൊരുക്കി നിൽക്കുകയാണ്. 4 വയസ്സേ ഉള്ളൂ. അവരുടെ അടുത്തേക്ക് ഓടി വന്നത്. മൃണാൾ ശരീരമാകെ എണ്ണ തേച്ച് ഒന്നും ഉടുക്കാതെ മുഴുവനെയാണ് ഓടി വരുന്നത്. ഗൗതമി കൗതുകത്തോടെ നോക്കി. ഓടുമ്പോൾ തുള്ളിച്ചെന്ത് രസമാണ്. അടുത്തു വന്നപ്പോൾ അവൾ തൊട്ടു നോക്കി. മൃണാൾ നാണത്തോടെ അവളുടെ കൗതുകം ആസ്വദിച്ച് നിന്നോടുന്നു. മൃണാളിന് ബഹളം കൂട്ടിയതാണ് പ്രശ്നമായത്. അമ്മേ, ഗൗതമി മൃണാളിൻ്റെ വേണ്ടാത്തടത്തൊക്കെ തൊടുന്നു. ടീച്ചറും കലാവതിയും ഓടി ഇറങ്ങി വന്നു. ഗൗതമി പറഞ്ഞു, ഞാൻ അവനെ നോവിച്ചൊന്നുമില്ല, അല്ലെങ്കിൽ അവൻ പറയട്ടെ. ടീച്ചർ വിഷണ്ണയായി. ആണെന്നോ അല്ലെന്നോ തോന്നും വിധം തലകുലുക്കി മൃണാൾ കുളിമുറിയിലേക്ക് ഓടി. ഗൗതമിക്ക് ആശ്വാസമായി. സന്ദർഭം മാറിയാൽ അവനോട് ചോദിച്ചറിയാൻ പ്രയാസമാണ്. അവന് സംസാരശേഷി ഉണ്ടായിരുന്നില്ല. ഊമയായിട്ടാണ് ജനനം. അത്രയും നാൾ ഊമയാണ്. അവനെപ്പറ്റി ഓർത്തപ്പോൾ ഗൗതമിക്ക് കണ്ണു നിറഞ്ഞു. അവന് 7 or 8 വയസ്സുള്ളപ്പോഴാണ് വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം മൃണാളിനെ പെട്ടെന്ന് കാണാതായി. വളരെയധികം തിരഞ്ഞു, പോലീസ് വന്നു. പക്ഷെ ഇതുവരെ ഇത്രയും വർഷമായിട്ട് പിന്നെ അവനെപ്പറ്റി ഒരു വിവരവും കിട്ടിയില്ല. വിലാസിനി ടീച്ചർ ഗൗരവം വീണ്ടെടുത്ത് പറഞ്ഞു, എല്ലാവരെയും വിഡ്ഢിയാക്കാമെന്ന് നീ കരുതരുത്. ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ എന്ത് പ്രയാസമാണ്. എല്ലാ കുട്ടികൾക്കും ട്യൂഷനും അതിനുമേൽ കോച്ചിങ്ങുമുണ്ട്. എന്നിട്ടും രക്ഷയില്ല. അപ്പോഴാണ് അതൊന്നുമില്ലാതെ ഒരാൾ ജില്ലയിലെ ഏറ്റവും കൂടുതൽ മാർക്ക് നേടുക. ഇതിന് പിന്നിൽ ശക്തമായ തോന്നുന്നുണ്ട്. അതെന്ത്, എങ്ങനെ എന്നറിയാൻ എനിക്ക് അവകാശമുണ്ട്. ആരാണ് നിന്നെ അതിനെ സഹായിച്ചത്? ഏത് രീതിയിലുള്ള സഹായമാണ് നിനക്ക് ലഭിച്ചത്? ഗൗതമി നിശബ്ദയായി നിന്നു. മേശപ്പുറത്ത് ചിന്നിച്ചിതറി കിടന്നിരുന്ന പുസ്തകങ്ങളെടുത്ത് അകവും പുറവും മറിച്ച് ടീച്ചർ പരിശോധന നടത്തി. എന്തെങ്കിലും തെളിവ് കിട്ടിയാലും അവർ സ്വബോധം നഷ്ടപ്പെട്ടതുപോലെ പറഞ്ഞു, അറിയണമല്ലോ. അമ്മ അറിയാതെ, അധ്യാപകരറിയാതെ, സഹപാഠികളറിയാതെ
നിന്നെ സ്വാധീനിച്ച ഒരാൾ. അതുണ്ട്, ഉറപ്പാണ്. പറ, കേട്ടിട്ടേ ഞാൻ പോകും. ടീച്ചർ കുഞ്ഞുങ്ങളെപ്പോലെ ശാഠ്യം പിടിച്ചു. ടീച്ചറെ ഇനിയും ചൊടിപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച് ഗൗതമി പതിയെ പറഞ്ഞു, ഞാൻ പറയാം ടീച്ചർ. പക്ഷെ കേട്ടാൽ, പേര് കേട്ടാൽ ടീച്ചർ വിശ്വസിക്കില്ല. ആ ഒരു വാചകം അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കിന് ടീച്ചർക്ക് വെപ്രാളമായി. മനസ്സിൽ പല മുഖങ്ങളും തെളിഞ്ഞു. ആരായിരിക്കും? ചിലപ്പോൾ ഒരു കാരണവുമില്ലാതെ നാട്ടിലെ വലിയ മാന്യന്മാരായിട്ടുള്ള ചെറുപ്പക്കാർ, അധ്യാപകർ, നേതാക്കന്മാർ, രാഷ്ട്രീയക്കാർ, എന്തിന് മൃണാളിനിയുടെ അച്ഛനെ വരെ അവർക്ക് സംശയം തോന്നി, അതായത് അവരുടെ ഭർത്താവിനെ വരെ. അവർ ടീച്ചർ പറഞ്ഞു, വിശ്വസിക്കാം, നീ പറയുന്നത് ഞാൻ വിശ്വസിക്കാം, പറയൂ. ഗൗതമി പറഞ്ഞു, രഹസ്യമായിരിക്കണം. ഇതിൻ്റെ പേരിൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാകരുത്. സത്യം ചെയ്യണം ടീച്ചർ, സത്യം ചെയ്യണം. ഗൗതമി പറഞ്ഞു. ഗൗതമിയുടെ കൈപിടിച്ച് ടീച്ചർ സത്യം ചെയ്തു, പറയില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഗൗതമി മുറിയിലിരുന്ന ശ്രീകൃഷ്ണ പ്രതിമയുടെ കാൽ തൊട്ട് തൊഴുത് പ്രതിമയോടെന്ന് വേണം ആർദ്രമായി പറഞ്ഞു, മൃണാൾ, ടീച്ചറുടെ മകൻ മൃണാൾ. ടീച്ചർക്ക് ദേഷ്യം അടക്കാനായില്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവരിൽ നിന്ന് അറ്റുപോയ മകൻ എവിടെ പോയി എന്നറിയാതെ അവർ ഓരോ ദിവസവും സങ്കടപ്പെടുന്ന ഒരു വ്യക്തിയുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത്, മൃണാൾ. എടി നീ എന്ന് ആക്രോശിച്ച് അവൾ ഗൗതമിക്ക് നേരെ പാഞ്ഞെടുത്തു. ഗൗതമി ശ്രീകൃഷ്ണ പ്രതിമയെടുത്ത് മുഖത്തിന് മുന്നിൽ നിർത്തി ടീച്ചറുടെ ആക്രമണം തടുത്തിട്ട് പറഞ്ഞു, ടീച്ചർ വിശ്വസിക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, വഴക്കുണ്ടാക്കത്തില്ല എന്ന് ടീച്ചർ സത്യം ചെയ്തതാണ് കൈകരിച്ചിട്ട്. പിന്നെന്താണ്? കുറേ നേരം ടീച്ചർ സ്വയം നിന്ന് കത്തി, പിന്നെ തളർന്ന് കസേരയിലിരുന്നു. മൃണാളിനെ പറ്റിയുള്ള ഓർമ്മ ടീച്ചറെ വല്ലാതെ കരയിച്ചു. ഏറെ കരഞ്ഞ് മനസ്സ് ശാന്തമായപ്പോൾ ടീച്ചർ വേഷം മാറി. ഒരു പാവാടയും ബ്ലൗസും ധരിച്ച് ടീച്ചറുടെ വീതിയേറിയ ചതഞ്ഞ മുഖം കൂമ്പിച്ചെറുതായി. അവിടെ ഒന്ന് രണ്ട് മുഖക്കുരു തെളിഞ്ഞു. കണ്ണുകളിൽ നാണവും തൃഷ്ണയും കൂടി കലർന്നപ്പോൾ അത് ടീച്ചറുടെ മകൾ മൃണാളിനിയായി. ഇപ്പോൾ നമ്മൾ കാണുന്നത് മൃണാളിനിയാണ്. ടീച്ചർ പോയി കഴിഞ്ഞു. അവൾ പറഞ്ഞു, ഓ ഗൗതമി, നിൻ്റെ ഒരു കുന്നായ്മ. മൃണാളിൻ്റെ പേര് നീ പറഞ്ഞത് എൻ്റെ അമ്മയെ എത്രമാത്രം വിഷമിപ്പിച്ചെന്ന്. എങ്കിലും നീ മിണ്ടിയല്ലോ, അത് തന്നെ വലിയ കാര്യം. ഗൗതമി പറഞ്ഞു, ഞാൻ പറഞ്ഞത് സത്യമാണ്. ദാ ഈ ചായ്പിൽ വെച്ച് തന്നെയാണ് തുടക്കം. ഇനി സംശയിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് മൃണാളിനി പറഞ്ഞു, നീ പറ, നമ്മൾ ഒരുമിച്ച് പഠിച്ചതല്ലേ, നീ പറ, ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. ഗൗതമി പറഞ്ഞു, അന്ന് റോഡിൽ കൂടി പോകുമ്പോൾ നമ്മൾ രണ്ടുപേരും കൂടിയാണ് പോയത്, ഒരുമിച്ച് നടന്നത്. ടീച്ചർ കുറെ കൂടെ മുന്നിലായിരുന്നു. അപ്പോഴാണ് കാർ കൊണ്ടു നിർത്തിയിട്ട് കുറേ മുട്ടാളന്മാർ എന്നെ പിടിച്ചു വലിച്ച് കാറിൽ കയറ്റാൻ നോക്കിയത്. കാറിൻ്റെ ഡോർ തട്ടി ഞാൻ വീണില്ലായിരുന്നെങ്കിൽ അവരപ്പോഴേ കയറ്റിക്കൊണ്ട് പോയാലും. നാട്ടുകാർ തടഞ്ഞു, നാട്ടുകാർ വട്ടം കൂടി. അപ്പോൾ അതിലിരുന്ന ഒരു പ്രമാണി രക്ഷപ്പെടാനായിട്ട് പറഞ്ഞു, ഞാൻ അവൻ്റെ കൂടെ പോകുന്നയാളാണ്, ഇന്ന് ടീച്ചറും കുട്ടികളും കണ്ടതുകൊണ്ട് എതിർത്തന്നേ ഉള്ളൂ എന്ന്. അപ്പോൾ മൃണാളിനി പറഞ്ഞു, പക്ഷെ അങ്ങനെ ഒരു സംഭവമില്ല. മൃണാളിനി പറഞ്ഞു, നിന്റെ സൗന്ദര്യം എനിക്കുണ്ടായിരുന്നെങ്കിൽ അവർ എന്നെ ആകുമായിരുന്നു പിടിക്കുന്നത്. അപ്പോൾ ഗൗതമി പറഞ്ഞു, നിന്നെ എന്ത് പിടിച്ചിരുന്നതെങ്കിൽ ഒരു പ്രശ്നവുമില്ല, ചെവി അറിയാതെ ആ പ്രശ്നം തീർന്നേനെ. എന്നെ ആയതുകൊണ്ട് എങ്ങനെയൊക്കെ ആളുകൾ എന്നെ ക്രൂശിച്ചു, ഒറ്റപ്പെടുത്തി. ടീച്ചർമാരാരും സഹായിച്ചില്ല, കുട്ടികളാരും തന്നെ, നീ പോലും എന്നോട് മിണ്ടാറില്ലായിരുന്നു. എന്തൊക്കെ കഥകൾ കെട്ടിച്ചു വെച്ചു.
എന്തൊക്കെ ആരോപണങ്ങൾ. മൃണാളിനി കുറ്റബോധത്തോടെ തലകുനിച്ചിരുന്നു. പിന്നെ അല്പനേരത്തെ മൗനത്തിന് ശേഷം മൃണാളിനി പറഞ്ഞു, നീയും തീരെ മോശമൊന്നും ആയിരുന്നില്ലല്ലോ. അതിനുശേഷം ഒരിക്കൽ നീ അതേ കാറിൽ കയറി പോകുന്നത് നമ്മുടെ സ്കൂളിലെ വൈവാട്ടമ്മ ടീച്ചർ കണ്ടാണ്. ഒന്ന്. പിന്നെ രണ്ടാമത്, നിന്നെ കൗൺസിൽ ചെയ്യാനൊരു സാറ് വന്നപ്പോൾ എനിക്ക് സത്യാവസ്ഥ അറിയില്ല, അമ്മ അച്ഛനോട് പറയുന്നതാണ് കേട്ടത്, നീ അശ്ലീല ചേഷ്ടകൾ കാണിച്ച് പുള്ളിയെ ഓടിച്ചു എന്നാണ് കേട്ടെ. ഗൗതമി പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് രഹസ്യമായിട്ട് പറഞ്ഞു, അതും ഞാൻ മൃണാൾ പറഞ്ഞിട്ടാണ് ചെയ്തത്. മൃണാളിനി പറഞ്ഞു, ഗൗതമി പ്ലീസ്, മൃണാളിൻ്റെ പേര് പറയുമ്പോൾ നീ അല്പം കൂടി കനിവ് കാണിക്കണം, ഇത്തിരി കൂടി കാരുണ്യം കാണിക്കണം. അവൻ ഞങ്ങൾക്കെല്ലാമാണ്. ഗൗതമി പറഞ്ഞു, അതെന്താണ്? എനിക്കും അങ്ങനെ തന്നെയാണ്, എനിക്കും വളരെ പ്രിയപ്പെട്ടവനാണ്. ഇവിടെ ഈ മുറിയിലിരുന്നാണ് അവൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നത്. മൃണാളിന് പറഞ്ഞു, അവൻ ഊമയായിരുന്നു. അവൻ്റെ ശബ്ദം കേട്ടു എന്നൊക്കെ പറയുമ്പോൾ അവൻ ഊമയായിരുന്നു, അത് നീ മറക്കരുത്. ഗൗതമി പറഞ്ഞു, അന്നത്തെ പീഡനത്തിന് ശേഷം എല്ലാവരും എന്നെ തെറ്റുകാരിയായി ചിത്രീകരിച്ച് ഒറ്റപ്പെടുത്തി. ഞാൻ ആരുമില്ലാത്തവൻ. ആ വില്ലൻ എന്നെ അയാളുടെ വരുതിയിലെത്തിക്കാനായിട്ട് എന്തെല്ലാം തന്ത്രങ്ങൾ പയറ്റി. അങ്ങനെ ഒരു നാളിലാണ് ഞാൻ മൃണാളിൻ്റെ ശബ്ദം കേട്ടത്. ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഗൗതമി ഒരു അഭ്യാസിയെ പോലെ ആ ചായ്പിലുള്ള ചെറിയ ജനലിൽ ഇങ്ങനെ ചവിട്ടിപ്പൊങ്ങിയിട്ട് കഴുക്കോലിൽ കയ്യും കാലും കൊണ്ട് തൂങ്ങിക്കിടന്നു, ഒരു പല്ലിയെ പോലെ ഇങ്ങനെ തൂങ്ങിക്കിടന്നു. എന്നിട്ട് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് താഴോട്ട് നോക്കി പറഞ്ഞു, ഇവിടെ ഒരു സാരിയുടെ അറ്റം, ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരു സാരിയുടെ അറ്റം കെട്ടി തുടങ്ങിയപ്പോഴാണ് ഒരബദ്ധം പറ്റിയത്. എൻ്റെ കാലുകൾ ഇതുപോലെ കണ്ണിന് സമാന്തരമായിട്ടാണല്ലോ നിന്നത്. ഞാനൊരു പാവാടയാണ് കൊടുത്തിരുന്നേ. കാലുകൾ മേലോട്ട് പോയപ്പോഴത്തേക്ക് ഈ പാവാട താഴിക്കും. ഞാൻ നോക്കുമ്പോൾ എൻ്റെ നഗ്നമായ കാലുകൾ കാണാം. മരിക്കാൻ കയറിയ സമയത്തും അവ നഗ്നമായി കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത നാണമായി. ഒരുപക്ഷെ മരിക്കാൻ സമയമായില്ല എന്നൊരു തോന്നൽ. അപ്പോഴാണ് ചീവീട് ചിലയ്ക്കും പോലെ ഒരു ശബ്ദം കേട്ടത്. ഒരു മൊബൈൽ ഫോൺ. അത് എൻ്റെ ബാഗിൽ നിന്നാണ് കേട്ടത്. മൃണാളി ചോദിച്ചു, നീ എന്തൊക്കെയാണ് പറയുന്നത്? നിനക്ക് മൊബൈൽ ഫോണോ? 10-20 വർഷം മുമ്പാണ്. മൊബൈൽ ഫോണൊന്നും കുട്ടികൾക്കൊന്നും കിട്ടുന്ന കാലമല്ല. ഗൗതമി പറഞ്ഞു, ഇല്ല, എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ബാഗിൽ നിന്നാണ് ശബ്ദം കേട്ടത്. എൻ്റെ കയ്യിലെങ്ങാനും മൊബൈൽ ഫോൺ കണ്ടാലത്തെ പൊല്ലാപ്പോർക്കാവുന്നല്ലേ ഉള്ളൂ. അതും അന്നത്തെ കാലത്ത്. ഞാൻ ചാടി താഴെ ഇറങ്ങി, എന്താ ശബ്ദമെന്ന് അറിയാനായിട്ട്. എവിടെയൊക്കെ പിടിച്ച് ഞെക്കി. അപ്പോഴൊരു ശബ്ദം അശരീരി പോലെ കേട്ടു. ഗൗതമി, ജീവിതം നിന്നോട് ഒരു തെറ്റും ചെയ്തില്ല. ആ ഗുണ്ടകൾ നിന്നെ ഒന്നും ചെയ്തില്ല. നീ കളങ്കപ്പെട്ടതുമില്ല. ആളുകൾ ഓരോന്ന് പറഞ്ഞു. അവരുടെ വാക്കാണ് നിന്നെ നോവിക്കുന്നത്. വാക്കാണ് നിന്റെ ശത്രു, ജീവിതമല്ല. ജീവിതം നിന്നോട് ഒരു തെറ്റും ചെയ്തില്ല. നിന്റെ യുദ്ധം വാക്കിനോടായാലും വാക്കിനെ അടക്കണം. ഓർമ്മയില്ലേ, ഞാൻ ജന്മനാ തന്നെ വാക്കടങ്ങിയാണ് വന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ആരാ സംസാരിക്കുന്നത്? ഉടൻ ഫോൺ കട്ടായി. ഇത് കേൾക്കെ മൃണാളിനിയുടെ ശരീരമാകെ രോമം എഴുന്നു. കണ്ണുനീർ ധാരയായി ഒഴുകി. അവൾ പറഞ്ഞു, ആകാം. മൃണാളിന് നിന്നെ അത്ര ഇഷ്ടമായിരുന്നു. ഗൗതമി പറഞ്ഞു, പക്ഷേ അത് മൃണാളാണെന്ന് എനിക്ക് തോന്നിയില്ല. മൃണാളിനി നിശബ്ദയായി എഴുന്നേറ്റ് വസ്ത്രം മാറി. സാരി താഴ്ത്തിയെടുത്ത് ഇറക്കി വെട്ടിയ ബ്ലൗസിട്ട് നരച്ച മുടി
ചെമപ്പും പച്ചയും നിറത്തിൽ ഡൈ ചെയ്ത് തിളങ്ങുന്ന മുക്കുത്തിയും മാലയും ഇട്ട് കഴിഞ്ഞപ്പോൾ അവർ സ്കൂളിലെ മറ്റൊരു അധ്യാപികയായി. വൈവാട്ടമ്മ എന്നു പേരുള്ള ഒരു ടീച്ചർ. അപ്പോൾ ഇനി കസേരയിൽ ഇരിക്കുന്നത് വൈവാട്ടമ്മ ടീച്ചറാണ്. മറ്റേ മൃണാലിനിയില്ല, വിലാസിനി ടീച്ചറുമില്ല. അവർ പറഞ്ഞു, ആ ആ ആ ആ കൊള്ളാം കൊള്ളാം, ഈ സംഭവമൊക്കെ കൊടുമ്പിരി കൊണ്ടതിൻ്റെ അടുത്ത നാളിലൊരിക്കൽ ഒരു വെള്ളിയാഴ്ച ദിവസമായിട്ടോ, ഉച്ചയൂണിന് ക്ലാസ് വിട്ട് ഞാൻ നിന്നെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ നേരം നിന്ന ശേഷം നീ ആരും കാണാതെ ഒന്ന് മുങ്ങി സ്കൂൾ വിട്ടിറങ്ങി. ജമാലിൻ്റെ ആ കടയൊക്കെ കഴിഞ്ഞ് റോഡ് വളയുന്നിടത്ത് വരെ ഞാൻ നിന്റെ പുറകിലുണ്ടായിരുന്നു. ഞാൻ നിന്നെ അനുഗമിച്ചു. അപ്പം ഞാൻ ദൂരെ കണ്ടു, ചെമന്ന കാർ ഇങ്ങനെ വരുന്നു. അത് സാവധാനം വളവ് തിരിഞ്ഞ് എനിക്കൊരു സംശയം തോന്നി. ഞാൻ വല്ലാതെ കിതച്ച് ഓടി നോക്കിയെങ്കിലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. പിന്നെ നീയുമില്ല, കാറുമില്ല. എന്തായിരുന്നു സംഭവം? നീ വിചാരിച്ചതൊന്നും ആരും അറിഞ്ഞില്ല എന്ന് എനിക്കറിയാമായിരുന്നു. ടീച്ചറുടെ ഇരട്ടപ്പേര് എത്ര അന്വർത്ഥമാണ്. വൈവാട്ട് എന്നാണ് ടീച്ചറെ എല്ലാവരും വിളിക്കുന്നത്. ഇംഗ്ലീഷിലെ വൈയും വാട്ടും തന്നെ. എന്ത് കാര്യത്തിൻ്റെയും മറ്റുള്ളവരുടെ സ്വകാര്യതയുടെ വയ്യും വാട്ടും അറിയണം. അതാണ് ടീച്ചറുടെ പ്രത്യേകത. അത് നിർബന്ധമാണ്. ഗൗതമൻ പറഞ്ഞു, പിന്നെ ഒരിക്കൽ എൻ്റെ മൊബൈൽ ഫോൺ വീണ്ടും ശബ്ദിച്ചു. അത് പറഞ്ഞു, ഇന്നുച്ചയ്ക്ക് ഒരു ചെമന്ന കാർ വരും, അതിൽ നീ വരണം. ഞാൻ ആദ്യം ഭയന്നുപോയി. ആരോട് പറയും? ആരോട് അഭിപ്രായം ചോദിക്കും? എനിക്കാരും ഇല്ല. ഇതൊക്കെ പറഞ്ഞാൽ അമ്മ പാവം വരണ്ടു പോവും. എൻ്റെ ജീവിതമായിട്ട് പണ്ടാടുന്നവരെ നിലയ്ക്ക് നിർത്താൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഒരു ചെറിയ പൗഡർ ടിൻ എടുത്തിട്ട് അതിനകത്ത് മുളക് പൊടി വെച്ചു. ഒരു ചെറിയ ബ്ലേഡും സംഘടിപ്പിച്ചു. പിന്നെ ഒരു ചെറിയ കത്തി. ഇത്രയും കരുതി ഞാൻ കാത്തിരുന്നു. കാറിൽ മാക്സിമം 4-5 പേര് കാണും. എന്തു വേണ്ട, താഞ്ചത്തിൽ നിൽക്കും, വരുന്നത് വരട്ടെ എന്നൊരു ധൈര്യം കരുതി. ഉച്ചയ്ക്ക് ചെമന്ന കാർ വന്നു. വണ്ടി നിർത്തി. ഞാൻ പിൻസീറ്റിൽ കയറിയിരുന്നു. വലിയ സീറ്റും ഹെഡ് റെസ്റ്റും കാരണം ഡ്രൈവറെ കാണാൻ കഴിഞ്ഞില്ല. കാറിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. കുറേ നേരം ആരും ഒന്നും സംസാരിച്ചില്ല. പിന്നെ ആ ഡ്രൈവറാണെന്ന് തോന്നുന്ന ഭാഗത്തുനിന്ന് ഒരു ശബ്ദം കേട്ടു. നീ കൊല്ലാൻ വന്നതാണല്ലേ? അവൾ ധൈര്യമായിട്ട് പറഞ്ഞു, അതെ. സ്വയം മരിച്ചാലും കുഴപ്പമില്ല അല്ലേ? ആ. നീ അസ്വസ്ഥയാണല്ലേ? അതെ. ആ ശബ്ദം പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല. ജീവിതത്തെയും മരണത്തെയും ഭയമില്ലാത്തത് നല്ല അവസ്ഥയാണ്. ഈ അവസ്ഥയിലാണ് ജീവിതം ആസ്വദിക്കാൻ ഏറ്റവും നല്ലത്. അവൾ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. പറയാം, ശാന്തമായിരിക്കുക, നിനക്കൊന്നും സംഭവിക്കില്ല. കാർ സാവധാനമായി. പുറത്ത് ധാരാളം പൂക്കളുള്ള ഒരു വഴിയിലൂടെയാണ് കാർ പോയിക്കൊണ്ടിരുന്നത്. ആ ശബ്ദം പറഞ്ഞു, പൂക്കൾക്ക് എന്തു ഭംഗിയാണ്, അതിലെ ഒരു പുഷ്പമാണ് നീ എന്ന് സ്വയം കരുതാൻ ശ്രമിക്കൂ. അവൾ പറഞ്ഞു, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് എൻ്റെ മനസ്സാകെ ഡിസ്റ്റർബ്ഡാണ്, അസ്വസ്ഥമാണ്. നോക്കൂ, പുഷ്പങ്ങളുടെ ലോകത്ത് വാക്കുകളില്ല, അവിടെ സൗരഭ്യമേ ഉള്ളൂ. ഒരു പുഷ്പത്തിൻ്റെ ജീവിതം എത്ര പൂർണ്ണമാണ്. പ്രകൃതി ചിലപ്പോഴൊക്കെ അതിനെയും കഷ്ടപ്പെടുത്താറുണ്ട്. പുഷ്പത്തിൻ്റെ സൗരഭ്യം എന്ന് പറയുന്നത് പോലെ മനസ്സിൻ്റെ സൗരഭ്യമാണ് മൗനം. അവൾ പറഞ്ഞു, മനസ്സിലായില്ല. വിഷമം വരുമ്പോൾ എല്ലാവരും പറയും, എന്താ പറയുന്നത്, എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട, എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട. എന്താണ്, ഞാനൊന്ന് മൗനത്തിലിരിക്കട്ടെ. മൗനം നമ്മുടെ മുറിവുണക്കുന്നു, നമ്മെ ശാന്തരാക്കി ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കുന്നു. വാക്ക് വഴി തെറ്റുന്നിടത്ത് മൗനം നേർവഴി കാട്ടുന്നു. നമുക്ക് മൗനം അനുഷ്ഠിക്കാം.
പിന്നെ ആ ശബ്ദം നിലച്ചു. ഞാൻ അഗാധമായ മൗനത്തിലേക്ക് വീണു. ഗൗതമി നിശബ്ദയായിരുന്നു, വൈവാട്ടമ്മ ടീച്ചർ. പിന്നെ ഏതോ ലോകത്തിൽ നിന്ന് തിരിച്ചെത്തിയതുപോലെ ടീച്ചർ പറഞ്ഞു, അയ്യോ, നീ അനുഭവിച്ച നിർവൃതി നിന്റെ മുഖത്ത് എന്നറിയാം. എനിക്ക് അസൂയ തോന്നുന്നുണ്ട്. അയ്യോ, പറയാമല്ലോ, എൻ്റെ ചെറുപ്പത്തിൽ ഞാനും ഇതൊക്കെ. അത് പോട്ടെ, അത്രയുമായപ്പോൾ നിനക്ക് സ്വയം പോവാണെന്ന് തോന്നിയോ? ഗൗതമി പറഞ്ഞു, അത് തോന്നി. കുലിച്ചിരിച്ച് ഗൗതമിയുടെ കവിളിൽ നുള്ളി വൈവാട്ടമ്മ പറഞ്ഞു, കേൾക്കാൻ നല്ല രസമുണ്ട്. ആ പറ, പിന്നെന്തോട്ടായത്? വൈവാട്ടമ്മയുടെ കണ്ണുകൾ തിളങ്ങി. ഗൗതമി പറഞ്ഞു, പിന്നെയാണ് അനാഹത ലയം പഠിപ്പിച്ചത്. വൈവാട്ടമ്മയുടെ കണ്ണുകൾ തിളങ്ങി. ഗൗതമിയുടെ കൈകൾ ചേർത്ത് പിടിച്ചവർ പതിഞ്ഞ ശബ്ദത്തിൽ ആവേശത്തോടെ ചോദിച്ചു, അയ്യോ, ആ ഡ്രൈവർ ഒത്തോ? കൊള്ളാമല്ലോ. എവിടെ വെച്ച്? കാറിൽ വെച്ച് തന്നെയാണോ? ഗൗതമി പറഞ്ഞു, ടീച്ചർക്ക് അർത്ഥം മനസ്സിലായില്ല. ഓ, പിന്നെ ഈ പ്രായത്തിൽ ടീച്ചർക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല. ടീച്ചർക്ക് ഇതൊക്കെ അറിയാമോളെ. അനാവൃതം എന്നാ എന്തുവാ? ടീച്ചർക്ക് താണോ അത് പറയാറ്? മക്കളുടെ പ്രായമുള്ള കുഞ്ഞുങ്ങളല്ലയോ. അതുപോലെ പ്രത്യേകം ചേർന്നിട്ട് അനാവശ്യം, അനാശാസ്യം, ആശാസ്യമല്ലാത്തത് അനാശാസ്യം, അതെല്ലാം എനിക്ക് ടീച്ചർക്ക് ഇതൊക്കെ അറിയാം. നീ നാണിക്കണ്ട. വൈവാട്ടമ്മ തുടർന്നു. പിന്നെ വേറൊരു കാര്യം കൂടി, അന്ന് നിന്നെ ആ കൗൺസിൽ ചെയ്യാൻ വന്നില്ലേ, അതെൻ്റെ ഭർത്താവായിരുന്നു. നീ പുള്ളിയിട്ട് ബുദ്ധിമുട്ടിച്ച് കളഞ്ഞല്ലോ. ഞാനേ പുള്ളിയെ ഈ കൗൺസിൽ ചെയ്യാനാണെങ്കിലും പെണ്ണുങ്ങളെ കൗൺസിൽ ചെയ്യാൻ ഞാൻ വിടാറില്ല. വലിയ വാക്സാമർത്ഥ്യം വലിയ. പണ്ട് ഞാനും അതിനകത്താണല്ലോ വീണു പോയത്. ഗൗതമി നിശബ്ദയായിരുന്നു. അവൾ ഓർത്തു, അന്ന് കൗൺസിലിങ്ങിന് വന്ന സാറ് പൊള്ളയായ വാക്കുകൾ, തേയ്മാനം സംഭവിച്ച കഥകളുടെ വിരസമായ ആവർത്തനം, ആരിൽ നിന്നോ പഠിച്ച കുറെ അബദ്ധ പഞ്ചാംഗങ്ങൾ. ഏതോ ഒരു പ്രശസ്ത നടി പറഞ്ഞത്രേ, തൻ്റെ വധു കന്യകയായിരിക്കണം എന്ന വിവരമുള്ള ഒരു വരനും കൊതിക്കില്ല എന്ന്. നല്ല സമാധാനം പറച്ചിൽ. വാക്കിൻ്റെ ദൂർത്ത് സഹിക്കാതെ വന്നപ്പോൾ എന്തായാലും പറയുന്നതെന്നാണ്. അവൾക്കൊരു ബുദ്ധി തോന്നി, രക്ഷപ്പെടാൻ വേറെ വഴിയില്ല. കാര്യം പ്രിൻസിപ്പൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് കൂടെ ഇടപെട്ടിട്ടാണ് ഇയാളെ വരുത്തിയിരിക്കുന്നത്. രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമില്ലാന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവൾ മുട്ടിന് താഴെ വരെ ധരിച്ച പാവാട വളരെ തഞ്ചത്തിന് മേലോട്ട് മുട്ടിന് മേലോട്ട് ഉയർത്തി. ആ കാഴ്ചയിൽ അയാളുടെ തൊണ്ട വരളുന്നതും ചുറ്റുപാടുകളെ വീക്ഷിക്കുന്നതും പരിങ്ങുന്നതും കാണെ കൂടുന്നതിനെ അവൾ ഉച്ചത്തിൽ ഛേ എന്നൊരു ശബ്ദം ഉണ്ടാക്കി. ആത്മവിശ്വാസം തകർന്ന് പിടഞ്ഞെണീറ്റ് പോയ അയാൾ പറഞ്ഞുണ്ടാക്കിയ കഥകൾ എത്രയധികം. ഗൗതമി പറഞ്ഞു, അയ്യോ, ടീച്ചർക്ക് എത്ര നല്ല ഭർത്താവിനെയാ കിട്ടിയേ. ശബ്ദധാരാവലിയല്ലേ അദ്ദേഹം. ഏത് വാക്കും എത്ര അനായാസമാണ് ഉപയോഗിക്കുന്നത്. വൈവാട്ട് ഉൾപ്പുളകത്തിൽ ആനന്ദാശ്രു വീഴ്ചു. അവർ പറഞ്ഞു, ഞാനും അതെ, ഞങ്ങൾക്ക് വാക്കിന് ഒരു ദാരിദ്ര്യവും ഇല്ല. വിലാസിനി ടീച്ചറുടെ കാര്യവും, ഒരു മകനുണ്ടായിരുന്നു മൃണാൾ എന്ന് പറഞ്ഞിട്ട്, ഊമയായിട്ടാണ് ജനിച്ചത്. ഒറ്റ വാക്കും പറയില്ലായിരുന്നു. പിന്നെ കുഴപ്പമില്ല, ടീച്ചർക്ക് പ്രശ്നമൊന്നുമില്ല. അവൻ്റെ ധർമ്മക്കാർ പിടിച്ചോണ്ട് പോയി എന്ന് വിചാരിച്ചിട്ട് ഗർഭിന് വല്ല കുറവുണ്ടോ? അവർ വലിയ പ്രധാന അധ്യാപികയാണ്. വലിയ കൂടിയ ആളാണ്. എന്തൊരു പറയണം. മകൻ ധർമ്മക്കാരൻ. വൈവാട്ട് ചിരിച്ചുകൊണ്ട് വാക്കുകൾ തുപ്പി എഴുന്നേറ്റ് പോയി. അവർ വസ്ത്രം മാറി മുഖം വെളുപ്പിച്ച് വീണ്ടും വിലാസിനി ടീച്ചറായി. വീണ്ടും വിലാസിനി ടീച്ചറാണ് കസേരയുടെ മുന്നിലിരിക്കുന്നത്. വൈവാട്ട് പോയി, മൃണാളിനി മാറി. ടീച്ചർ പറഞ്ഞു, വിലാസിനി ടീച്ചർ പറഞ്ഞു, അവരുടെ ഹെഡ് മിസ്ട്രസ്,
മൃണാളിൻ്റെ അമ്മ. വാക്കുകൾ എത്ര ക്രൂരമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വാക്കുകൾ കത്തി പോലെയാണ്. കത്തി വീശുന്നവന് രസമാണ്. നോവുന്നവൻ കരയുന്നത് കണ്ട് ചിരിക്കാം. നോവുന്നവൻ്റെ വേദന അവനെ അറിയും. ഞാൻ അറിയുന്നു. നിന്നെ ഞാൻ എത്രയോ നോവിച്ചിട്ടുണ്ട്. നീ കുറ്റക്കാരിയല്ല എന്നറിയാമായിരുന്നിട്ടും നീ എൻ്റെ മകളേക്കാൾ സുന്ദരിയായതുകൊണ്ടാണോ? അറിയില്ല. എങ്കിലും എന്തൊക്കെ നീ അവൻ്റെ കൂടെ പോയിട്ടുണ്ട് എന്നുള്ള ആ വില്ലൻ്റെ വീമ്പ്, അവൻ്റെ കാറിൽ നീ കയറിപ്പോയി എന്ന് പറഞ്ഞിട്ട് വൈവാട്ടമ്മയുടെ മൊഴി, ഉപദേശിക്കാൻ വന്ന മനഃശാസ്ത്രജ്ഞനെ അശ്ലീല ചേഷ്ടകൾ കാണിച്ചു എന്ന് പറഞ്ഞ് കേസ്, അങ്ങനെ എന്തെല്ലാം. പക്ഷേ എൻ്റെ മോളെ, എനിക്കറിയാം, നിന്നെ ഞങ്ങളെല്ലാം ചേർന്ന് വാക്കുകളുടെ വിഷാസ്ത്രങ്ങളെ ഇത് നോവിച്ചു. ഇതായിപ്പോൾ വാക്കുകൾ എനിക്കെതിരെ തിരിയുകയാണ്. എന്നെ പറഞ്ഞത് കേട്ടില്ലേ? ഗർഭിഷ്ഠയായ പ്രധാനാധ്യാപിക, മകൻ ധർമ്മക്കാരൻ, ടീച്ചർ പൊട്ടിക്കരഞ്ഞു. എന്നെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് സമാധാനിക്കുമോ? എൻ്റെ കയ്യിലൊന്ന് തൊട്. എൻ്റെ മൃണാളിനെ സ്വന്തം ജീവൻ്റെ അംശമായി സ്നേഹിക്കുന്ന നീ എൻ്റെ കൈകളിലൊന്ന് തൊടുമോളെ. നിന്റെ കാമനകളിലൂടെ നീ എന്നെയും മൃണാളിൻ്റെ അടുത്തേക്കൊന്ന് കൊണ്ടുപോകൂ. ടീച്ചർ വികാരാധീനയായി. ഗൗതമി പറഞ്ഞു, അനാഹതനാദം എന്നൊന്നുണ്ട്. ആഹതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചാൽ ഉണ്ടാവുന്ന ശബ്ദം. അനാഹതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഹ്യമായി ഒരു പ്രേരണയും ഇല്ലാതെ ഉണ്ടാവുന്ന ശബ്ദം, ഉള്ളിലെ ശബ്ദം. അതാണ് അനാഹതനാദം. നമ്മുടെ ഉള്ളിലെ നാദമാണത്. വാക്കുകൾ ഉച്ചരിക്കാത്ത മൃണാളിനെ തൊട്ടറിയാൻ വാക്കുകളും ശബ്ദങ്ങളും ഇല്ലാത്ത നാദത്തിലൂടെയാണ് പോകേണ്ടത്. ടീച്ചർ വാക്കുകളുടെ പൊള്ളയായ ലോകത്തെ വകഞ്ഞുമാറ്റി അനാഹതനാദം കേൾക്കാൻ ശ്രമിക്കുക. ഓം എന്ന് നീട്ടിച്ചൊല്ലി ആ ശബ്ദം അവസാനിക്കുന്നിടത്ത് മനസ്സിനെ നിർത്തുക. ധാരാളം ശ്രമിക്കണം. അത് ധ്യാനമാണ്. അവിടെ മൃണാളിനെ കാണാം, എന്തും കാണാം. കെമിസ്ട്രിയും ഫിസിക്സും എന്നല്ല, അറിവും നേർക്ക് നേർ തെളിയും. ആഗ്രഹമുണ്ടാകണമെന്ന് മാത്രം. ടീച്ചർ കണ്ണടച്ചിരുന്നു. കണ്ണുനീർ ധാരയായി ഒഴുകി. അവരുടെ കാൽക്കൽ അവരെ സ്പർശിച്ച് ഗൗതമി ധ്യാനത്തിലിരുന്നു. ഇവിടെ ഈ കഥ അവസാനിക്കുന്നു. താങ്ക് യു സർ. സത്യത്തിൽ ഞങ്ങളും ഈ മൗനത്തിന്റെ ആ ഒരു പാരമ്പര്യത്തിലേക്ക് ആയിപ്പോയി. ഒന്നും പറയാൻ പറ്റാത്ത വിധം അനാഘതം എന്ന് പറയുന്ന ആ പൂർണ്ണ സത്യത്തിലേക്ക് ചേർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് ഈ കഥാപാത്രങ്ങളിലൂടെ, മൃണാളിലൂടെയൊക്കെ ഞങ്ങളും ചേർന്നു വന്നു എന്നുള്ളതാണ് സത്യം. വൺസ് അഗൈൻ താങ്ക് യു സർ. ആരാണ് പറയുന്നത്? ശിവദാസ് സാർ പറയും. ശിവദാസ്. ഗൗതമിയെ പോലെ ഇപ്പോഴും ആൾക്കാരുണ്ടായിരിക്കും തോന്നുന്നു. കാര്യം ഗൗതമി വന്ന സ്റ്റേജ് നോക്കുമ്പം അതുപോലെ ഇനിയും what do you say, many such children are there. They keep everything in the mind and some higher power will be guiding them. So one can take Mrinal as a higher power guided her for her so-called life. അങ്ങനെയാണ് എനിക്ക് കഥയിനും തോന്നുന്നത്. താങ്ക് യു ശിവദാസ് സർ. താങ്ക് യു സർ. ഡോക്ടർ സുധോധൻ. ശിവരാജ് സർ, ഞാൻ ഒരു ഷോക്കിൽ നിന്ന് ഇങ്ങനെ ഉണർന്നു വരുന്നേ ഉള്ളൂ. കാരണം ഈ
ഒരു നമ്മളെ ഇങ്ങനെ സാറ് കൈപിടിച്ചിട്ട് തീരെ പരിചയമില്ലാത്ത കാട്ടിടവഴികളിലൂടെ ഒക്കെ ഇങ്ങനെ നടത്തി കൊണ്ടുപോവുകയും ഈ ഓരോ സമയത്ത് ഞാൻ ഈ വല്ലാതെ വിസ്മയിച്ച് പോവാണ്, ഇത് എങ്ങോട്ടാണ് സാറ് ഇത് കൊണ്ടുപോകുന്നത് എന്ന് ഞാൻ വല്ലാതെ അതിശയിച്ചു പോവുകയായിരുന്നു. കാരണം ഈ സാറ് 2005 മറ്റോ എഴുതിയ കഥയെന്ന് പറഞ്ഞു. അപ്പം ഈ മാർക്കസിന്റെ മാജിക്കൽ റിയലിസം പോലെ സാർ ഈ കഥയ്ക്ക് ഒരുപാട് മാനങ്ങൾ കൊടുക്കുന്ന ഒന്നാക്കി ഇതിനെ മാറ്റിയിട്ടുണ്ട്. ഇതിലെ വനിതാ പെൺകുട്ടി എന്നൊക്കെ പറയാവുന്ന ഗൗതമിയുണ്ട്, കലാവതിയുണ്ട്, വിലാസിനിയുണ്ട്, മൃണാളിനിയുണ്ട്. പിന്നെ സാറ് ലോകത്ത് ഒരേ ഒരു പേരുകാരിയെ സാറ് സൃഷ്ടിച്ചു, വൈ വാട്ട് അമ്മ. അതൊരു ഗംഭീര സൃഷ്ടിയാണ്. കാരണം അതിൽ ഈ വൈവാട്ടമ്മ എന്ന് പറഞ്ഞ ഈ അപ്പുക്കിളി എന്ന് പറഞ്ഞ ഒ വി വിജയൻ ഉണ്ടാക്കിയ ഒരേ ഒരു കഥാപാത്രമേ സാഹിത്യ ചരിത്രത്തിലുള്ളൂ, അപ്പുക്കിളി. അപ്പോൾ അതേപോലെ പൂയില്യൻ, MP നാരായണപിള്ളയുടെ പരിണാമം കഥയിലെ പൂയില്യൻ, അതും പോലെ സാറ് ഒരു അനശ്വര കഥാപാത്രത്തെ ഈ കഥയിലൂടെ സൃഷ്ടിച്ചു. പക്ഷെ ഇത് ജനം അറിഞ്ഞില്ല എന്നൊരു സങ്കടം. എന്തായാലും മാറി, ഞങ്ങളെങ്കിലും അറിഞ്ഞല്ലോ ഈ വൈവാട്ട് അമ്മ. ഇനി ഞാനിത് ചുമതല വഹിക്കുന്ന സ്കൂളിലൊക്കെ ഇത് പറയാം, ഈ ടീച്ചേഴ്സിനെ ഈ കൗൺസിലിംഗ് അല്ലെങ്കിൽ ഇതിലൊക്കെ ഈ വൈവാട്ടമ്മ എന്നുള്ളത്. സാർ ഇതില് ഈ സാർ ഈ കഥയുടെ പേര് നമുക്ക് ഈ ഗൗതമി ഉള്ളതിന് പകരം സാർ ഈ കഥയ്ക്ക് അഹല്യ എന്ന് പേരിട്ടിരുന്നെങ്കിൽ കുറെ കൂടെ നന്നായി എന്നെനിക്ക് അഭിപ്രായമുണ്ട്. കാരണം ഇതേ ഈ നമ്മുടെ പഞ്ചകന്യകൾ ഉണ്ടല്ലോ, ഈ പഞ്ചകന്യകളിൽ ഒരാളായിട്ട് അഹല്യയും ദ്രൗപദിയും സീതയും താരയും മണ്ഡോദരിയും ഒക്കെ വരുന്ന ഇതിൽ 6ാമതൊരു കന്യകയെ സാറ് സൃഷ്ടിച്ചയാണ് ഈ ഗൗതമി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെ വിളിച്ചത്. അതുപോലെ വാക്കുകൾ നമ്മെ വിസ്മയിപ്പിക്കുന്ന പോലെ വിഡ്ഢിയാക്കുകയും ചെയ്യുന്നുണ്ട്. സാറിന്റെ ഈ കഥയിൽ ഈ ഒരു പ്രയോഗമുണ്ടല്ലോ, വാക്കുകൾ നമ്മെ വിഡ്ഢിയാക്കുന്നു. എന്നിട്ട് വായടച്ച് മനസ്സിനെ അടച്ച് വാക്കിനെ നോക്കി നിൽക്കുന്ന ആള്. എനിക്കൊരു സുഹൃത്തുണ്ട്, കർഷകശ്രീ അവാർഡ് ജേതാവായിട്ടുള്ള ഭുവനേശ്വരി അമ്മ. അവർ ജീവിതത്തിലെ ഒരുപാട് മഹാപ്രയാസങ്ങളിൽ കൂടെ കടന്നു വന്ന ഒരു സ്ത്രീയാണ്. അപ്പൊ ഞാനാണ് അവരെ നോമിനേറ്റ് ചെയ്തത്, അവർ അവാർഡ് ജേതാവായി. 13ാമത്തെ വയസ്സിൽ 42 വയസ്സുള്ള ഗണപതി എന്ന് പറയുന്ന മാഷ് കല്യാണം കഴിച്ചിട്ട് ഈ 3 മക്കളും ഒക്കെയായി അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് ഈ സ്ത്രീ അനുഭവിക്കുന്ന, സാർ ഈ പറഞ്ഞ ഇതിലൂടെ എല്ലാം കടന്നുപോയൊരു സ്ത്രീയാണ്. അവര് 22 വർഷമായിട്ട് വ്യാഴാഴ്ച മൗനവ്രതമാണ്. വ്യാഴാഴ്ച മൗനവ്രതം എന്ന് പറഞ്ഞാൽ ഈ കർഷകശ്രീ അവാർഡ് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മുടെ ബോബി ചെമ്മണ്ണൂർ ആ വീട്ടിൽ ഇവരെ കാണാൻ വന്നു. 5 പവൻ സമ്മാനമായിട്ട് കൊടുത്ത് കൈ കഴിച്ചു കൊടുത്ത പോലെ ഒരു മിണ്ടിയില്ല. അതേപോലെ ഈ വാക്കുകൾ വിഡ്ഢിയാക്കുന്നത് പോലെ വായടച്ച് മനസ്സടച്ച് വാക്കിനെ നോക്കി നിൽക്കാൻ സാധാരണക്കാർക്കൊന്നും പറ്റില്ല. ഇതില് ഈ സാറ് നന്ദന സിനിമയിലെ കൃഷ്ണ വിഗ്രഹം നന്ദനം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഈ സിനിമയിൽ കൊണ്ടുവന്ന് വെച്ചു. നമ്മുടെ ആ പാവം വീട്ടുജോലിക്കാരി പെൺകുട്ടി വെച്ചിരുന്നത്. അതേപോലെ ഈ മാധവിക്കുട്ടിയെ സാർ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ബലാത്സംഗത്തിന് വിധേയായ ഒരു പെൺകുട്ടിയോട് നീ ഒട്ടും പേടിക്കണ്ട, നിന്നെ ഒരു നായ കടിച്ചു എന്ന് കരുതിയാൽ മതി, ഒരു സോപ്പിട്ട് കുളിച്ചിട്ട് നീ സാധാരണ പോലെ പെരുമാറിക്കൊള്ളൂ എന്ന് പറഞ്ഞതുപോലെ. അല്ലാതെ ഈ ശിലയായി മാറുന്ന അല്ലെങ്കിൽ മൗനിയായിട്ട് മാറിയ ഗൗതമിയെ കാണിച്ചു തന്നു. പക്ഷെ ഈ ഹെഡ് മിസ്ട്രസ് വിലാസിനി ടീച്ചറിന്റെ അടുത്തും ഈ വൈവാക്കമ്മയുടെ മുന്നിലൊക്കെ അവള് ഭദ്രകാളിയായിട്ട് മാറുകയാണ്. ഒരുപാട് ആയുധങ്ങളൊക്കെ ധരിച്ചു നിൽക്കുന്ന ആളായിട്ട് ഈ എതിരാളിയെ നിലംപരിശാക്കി മാറ്റാൻ കഴിയുന്ന രീതിയിൽ ഗംഭീരമായിട്ടുള്ള ഒരു ഇതില്. അപ്പൊ ഈ വാക്കുകളുടെ വിസ്മയം പോലെ അതില് മൗനം മുറിവുണക്കും. ഒരു സംശയമില്ല, നമ്മൾ ഈ പ്രതികരണമൊക്കെ ഇങ്ങോട്ട് ഉള്ളിൽ അടക്കിയിട്ട് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പോ ഈ അതില് സാറ് പക്ഷെ ഒരു ഗംഭീര കാര്യം ഇതിനകത്ത് ചെയ്ത്, കൗൺസിലർമാരെ സാറ് നിലം പരിശാക്കി അവരുടെ ഈ ശബ്ദധാരാവലിയുടെ ഉടമകളെയൊക്കെ സാർ ഈ കഥകളോട് ആരോ പഠിപ്പിച്ചു വെച്ച ഈ യുങ്ങും അതേപോലെ തന്നെ കുറെ മനഃശാസ്ത്രജ്ഞന്മാർ പഠിപ്പിച്ചു വെച്ച വാക്കുകളൊക്കെ ശബ്ദധാരാവലിയിൽ പ്രയോഗിക്കുന്നത് പോലെ സാർ ഇതിനകത്ത് അതില് ഒരു ആ ഗംഭീര വാക്കില്ലേ, അനാഹത നാദം മറ്റോ സാറ് പറഞ്ഞില്ല, അനാഹത നാദം ഉള്ളിൽ കിട്ടുന്നത്. അപ്പൊ ഈ പെൺകുട്ടി ജില്ലയില് 1ാം സ്ഥാനം നേടി വന്ന ഈ പെൺകുട്ടിയെ സാറ് അവസാനം കൊണ്ട് അവസാനിപ്പിക്കുന്ന എങ്ങനെയാണ്? ഓങ്കാരത്തില്.
ഓങ്കാരം എന്ന് പറയുന്ന ഈ ബീജമന്ത്രത്തിൽ സാറ് കൊണ്ടുവന്ന് അങ്ങോട്ട് തളച്ച് ആ യക്ഷിയെ ഈ പറയില്ലേ നമ്മള് കടമറ്റത്ത് കത്തനാരൊക്കെ ഒരു നാരായത്തിൽ തറച്ചവിടെ നിർത്തുന്നു എന്ന് പറഞ്ഞ പോലെ സാറിന്റെ ഗൗതമിയെ ഈ ഓങ്കാരം ആ ഉ മ എന്ന വാക്കുകൾ ഒന്നിച്ചു വരുന്ന ഓങ്കാരത്തിൽ സാർ കൊണ്ടുവന്നത് ഇതൊരു ഗംഭീര കഥയാണ്. ഇതിങ്ങനെ ഈ ഇതിന്റെ ആസ്വാദനം ഒരു വാക്കിൽ ഒരു 2 മിനിറ്റിൽ ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് പോലെ പറയാൻ കഴിയുന്നതല്ല. ലേഖനങ്ങൾ എഴുതാൻ പറ്റുന്ന ഒരുപാട് മാനങ്ങളുള്ള അതിഗംഭീരമായ ഒരു കഥ. ഈ അടുത്ത കാലത്ത് വായിച്ചതോ കേട്ടതിനേക്കാൾ ഏറ്റവും ഗംഭീരമായിട്ടൊരു കഥ. സാറ് ഇതില് മനഃശാസ്ത്രം എത്തിയിട്ടുണ്ട്, കാലികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സാർ ഇത് എങ്ങനെയാണ് ഈ കഥ എഴുതിയതെന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. തീർച്ചയായിട്ടും സാർ ഒരു മൗനത്തിന്റെ വാൽമീകം എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഇരുന്ന് സാർ ആഴ്ചകൾ എടുത്ത് ധ്യാനിച്ചെഴുതിയ ഒരു കഥയാണ്. അല്ലെ ഇത് എങ്ങോട്ട് കൊണ്ടുപോകും? ഈ കാട്ടിന്റെ നടുവിൽപ്പെട്ടു പോയ ഈ ഒരു ആള് ഈ കഥ ഇറക്കിക്കൊണ്ട് വരണ്ടേ, താഴേക്ക് കൊണ്ടുവന്ന് ഞങ്ങളുടെ മുന്നിൽ നിർത്തി തരണ്ടേ. എന്നാലും ഗംഭീരം, വലിയ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി കേട്ടതിന്റെ സന്തോഷം. താങ്ക് യു സർ. മറുപടിയില്ല. അത് മനസ്സറിഞ്ഞ് എൻ്റെ കൂടെ സഞ്ചരിച്ചു എന്നുള്ളതിനുള്ള സന്തോഷം അറിയിക്കുന്നു. വളരെ നന്നായിട്ട് മനസ്സിലാക്കിയതിലും അത് അതിലും ഭംഗിയായിട്ട് പറഞ്ഞതിലുമുള്ള നന്ദി അറിയിക്കുന്നു. മോഹൻദാസ് സാർ, മോഹൻദാസ്. ഒരു മാജിക് പോലെ ആയിരുന്നു സാർ കഥ. മാത്രമല്ല സാർ എന്താ പറഞ്ഞ പോലെ ഇത് തപസ്സിരുന്ന് എഴുതിയ ഒരു കഥയായിട്ടായിരുന്നു തോന്നുന്നത്. പെട്ടെന്നൊന്നും ഒരു ദിവസം കൊണ്ടൊന്നുമല്ല, കുറേ കാലം മനസ്സിൽ ഇങ്ങനെ ആ ഒരു സംഭവം സാർ പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ നടന്ന സംഭവമാണെങ്കിൽ അത് ഉള്ളിൽ ഇങ്ങനെ കിടന്ന് തീച്ചുളയിൽ കിടന്ന് ഉരുകി 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 അവസാനം ഒരു എന്താ പറഞ്ഞാല് ഒരു പൊൻ കഥയായിട്ട് അല്ലെങ്കിൽ ഒരു സ്വർണ്ണ കന്യായിട്ട് അത് പുറത്തു വന്നേ ഉള്ളൂ. സാർ മൃണാളിന്റെ ആ പേര് പറഞ്ഞല്ലേ, അത് വന്നപ്പോ ഞാനത് വിഷ്വലൈസ് ചെയ്തു. പിന്നെ അദൃശ്യമായ ആ പുരുഷൻ മൃണാളാണെന്ന് എനിക്ക് അന്നേരം ഒന്ന് സ്പെക്കിനോട് എഴുതുകയും ചെയ്തു. മൃണാൾ എന്ന് പറഞ്ഞിട്ട്. കാരണം ആ രീതിക്കാണ് അത് കൊണ്ടുപോകുന്നത്. കാരണം അദൃശ്യമായ ആ ഒരു മനുഷ്യന്റെ ഒരു പിൻബലം ഉണ്ടായിരുന്നു ആ വ്യക്തി. അത് ഏത് രീതിക്കാണെന്നുള്ളത് ഈ പറഞ്ഞ പോലെ പത്മനാഭന്റെ ഗന്ധർവന് പോലെയോ അല്ലെങ്കിൽ മറ്റേ നേരത്തെ പറഞ്ഞ വേറെ ഉണ്ടായിരുന്നു അവരെ പോലെയൊക്കെ ആകാത്ത ശ്രീകൃഷ്ണനെ പോലെയോ ഇതൊക്കെ ഉള്ളത് പോലെ എനിക്ക് ഉള്ളിൽ തട്ടി മൃണാളാണെന്നുള്ളത്. അതേപടി തന്നെ അത് വരികയും ചെയ്തു, പുറത്ത് വരികയും ചെയ്തു. ഊഹിച്ചെടുക്കാൻ പറ്റി. പിന്നെ പറഞ്ഞാല് കഥയുടെ ആ ട്വിസ്റ്റ് വല്ലാത്തൊരു ട്വിസ്റ്റാണ്. എന്ന് പറഞ്ഞാല് കഥാപാത്രങ്ങൾ തന്നെ മാറി മാറി മറിഞ്ഞ് വരുന്ന ഒരു സൗന്ദര്യമായിട്ടുള്ള ഒരു മാറ്റമായിരുന്നു. അവരെ കൊണ്ടുവരാതെ തന്നെ അവിടെ ആ കഥാപാത്രത്തെ കൊണ്ട് പറയിപ്പിക്കുന്ന ആ ഒരു ശൈലി. എനിക്ക് പറയാം 20 വർഷം മുമ്പേ ഇതിലാണെന്നുണ്ടെങ്കിൽ സാർ ഏതോ ഒരു എന്താ പറയുക തപസ്സിൽ നിന്ന് എഴുതിയ ഒരു കഥയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു ഒന്നിൽ സാർ വളരെ പറഞ്ഞ പോലെ ഒരു വ്രതമൊക്കെ അനുഷ്ഠിച്ചായിരിക്കും ഇത് ചെയ്തിരിക്കുന്നത്. വളരെ മൗനമായിട്ടൊക്കെ ഇരുന്നിട്ട് ഇതായിരിക്കാം. അതിൻ്റെയൊക്കെ ഒരു ഫലം കാണുന്നുണ്ട്. ഇന്ന് നേരത്തെ വരും ചെയ്തതാണ് സാറിന്റെ. ഇന്നലെ ആ കഥ ഒന്നുകൂടി വായിച്ചു. കഴിഞ്ഞ തവണ സാർ പറഞ്ഞ കഥ ഒന്നുകൂടി കേട്ടതായിരുന്നു. അതിന്റെ വേറെ പിന്നെ ആവിഷ്കാരമാണ് ഇത്. അല്ല ഗൗതമി നമ്മളെ എന്നും ഓർക്കും. മോഹൻദാസ് സാർ നന്ദി. ഏതായാലും ഇത് വളരെ ഭംഗിയായിട്ട് തന്നെ അത് ഉൾക്കൊള്ളാൻ പറ്റി. അത് മാത്രമല്ല ഇന്നലെ എൻ്റെ ഒരു കഥയെടുത്ത് വായിച്ചിട്ട് അതിൻ്റെ ഒരു വൈബ്രേഷനോട് കൂടി തന്നെ ഇന്നത്തെ കഥയ്ക്ക് വരികയും ചെയ്തു. അതിന് വളരെയധികം നന്ദി പറയുന്നു. മോഹൻദാസ് സാറും കഥ സ്വന്തമായിട്ട് എഴുതിയതാണ്. കഥ ഇവിടെ അവതരിപ്പിച്ചിട്ടുമുണ്ട്. ഞാൻ സാറിന് അത് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, റോയ് സാർ. സാർ അൺമ്യൂട്ട് ചെയ്യൂ സാർ. യുവരാജ് സാറിൻ്റെ കഥ ഒരു കഥയായിട്ടല്ല തോന്നിയത്. സാറ് പറഞ്ഞു നിർത്തിയാണ് മനുഷ്യന്റെ സൗരഭ്യമാണ് മൗനം. വാക്കുകൾ വഴിതെറ്റിക്കലിൽ നിന്നും മൗനം രക്ഷിക്കും എന്നുള്ളത് തെളിയിക്കാനുള്ള ചില സാഹചര്യങ്ങളാണ് ഈ കഥയിലൂടെ സാറ്. അതുപോലെ തന്നെ സാറ് പറഞ്ഞ ഒരു ഞാൻ ഓർക്കുന്നു, ജീവിതത്തെയും മരണത്തെയും ഭയമില്ലാത്ത ഒരവസ്ഥ മനുഷ്യനുണ്ടാകുന്നതാണ് സാധാരണ.
അപ്പോൾ ഈ കഥാപാത്രങ്ങളൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾക്ക് നമ്മളെ ചിന്തിക്കാനും അതുവഴി നമുക്കതിനെ ഉൾക്കൊള്ളാനും പറ്റുന്ന ചില സാഹചര്യങ്ങളാണ് സാറ് സൃഷ്ടിച്ചത്. അതിൻ്റെ സാറ് വാക്കുകൾ കൊണ്ട് അതങ്ങോട്ട് പ്രസൻറ്റ് ചെയ്തപ്പോൾ അത് കേട്ടിരിക്കാനും വളരെയധികം ഇത് തോന്നി. അതുപോലെ തന്നെ പറഞ്ഞല്ലോ, എന്നെ ചതുരത്തിലിരിക്കുന്ന മുഖം കൂർത്ത് വന്നു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് സാറിൻ്റെ വാക്കിതല്ല എങ്കിലും അതിൻ്റെ എസൻസ് അതാണ്. അതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നു. ആ ഓരോ വാക്കുകളും ഇങ്ങനെ പറയുമ്പോൾ ഇതെല്ലാം നമ്മുടെ ഭാവനയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അവരുടെ വൈകാരികമായ അവസ്ഥയും എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്ന, കഥാപാത്രങ്ങളുടെ വൈകാരികമായ അവസ്ഥകളെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്നതായ വാക്കുകളും ഒക്കെ ആണ് സാറ് സൃഷ്ടിച്ചത്. ഏതായാലും അത് ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അത് ഞാൻ വളരെയധികം എൻജോയ് ചെയ്യും. താങ്ക് യു സർ, താങ്ക് യു. നമസ്കാരം റോയ് സാർ. താങ്ക് യു. നല്ല ഒബ്സർവേഷൻസ് ഒത്തിരി പറഞ്ഞു സാർ. സതീഷ് സാർ പറയും. എനിക്കിത് പെട്ടെന്ന് ഇടയ്ക്ക് ഒരു 10 മിനിറ്റ് മിസ്സായി. കാര്യം വൈഫ് വീട്ടിലാത്തോണ്ട് വിളക്കുകൊളുത്താൻ പോയി. അപ്പൊ അങ്ങനെ ഒരു 10 മിനിറ്റ് മിസ്സായി. അത് ഞാനൊരു ക്രിസ്റ്റഫർ നൊളാന്റെ ഒരു ഫാനാണ്. നിങ്ങൾക്ക് എല്ലാവരും അറിയാം ക്രിസ്റ്റഫർ നൊളാൻ നമ്മുടെ ഹോളിവുഡിലെ സംവിധാനം. അദ്ദേഹത്തിന്റെ ഈയിടെ ഒരു ഓപ്പൺ ഹൈമർ എന്ന സിനിമ വന്നിരുന്നു. എല്ലാവരും കണ്ടു കാണും. കാണാത്തവരും കാണണം. അത് ഇപ്പൊ ഓൾറെഡി OTT-യിലുണ്ട്, ഡിസ്നിയിൽ ഉണ്ടെന്ന് തോന്നുന്നു. അല്ല സോറി, ജിയോയിലുണ്ട്. എനിക്ക് ആ സിനിമ കണ്ട ഒരു പ്രതിനിധിയാണ് ഈ കഥ കേട്ടപ്പോഴേ. കാര്യം ക്രിസ്റ്റഫർ നൊളാന്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞാല് അത് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ ഒരു ഫ്ലാഷ് ബാക്കിന്റെ അകത്തൊരു ഫ്ലാഷ് ബാക്ക്, അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ക്യാരക്ടേഴ്സുമാണ് പെട്ടെന്ന് മിന്നിമായുന്നത്. ഓക്കെ, ദിരാസ്നിയമ്മ ടീച്ചർ വൈവാട്ടമ്മയാവുന്നു, ഗൗതമി, അങ്ങനെ ആ ഒരു ഭയങ്കരമായ ഒരു ക്രിസ്റ്റഫർ നൊളാന്റെ സിനിമയുടെ സ്റ്റൈലാണ് ഈ കഥയുടെ അതിന്റെ ഒരു സീക്വൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സിദ്ധാർത്ഥ സാറിന്റെ അവതരണം ആസ് യൂഷ്വൽ ബ്യൂട്ടിഫുൾ. ഈ ഒരു പ്രസന്റേഷനിൽ നല്ല ഫീൽ ഉണ്ടായിരുന്നു. ഇപ്പൊ സാർ ഓൾറെഡി പറഞ്ഞു, മുഖം മാറുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് സാറ് പറഞ്ഞു. അത് നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു കഥയുടെ ഉപരി ഈ ഒരു ഇതിൽ എനിക്ക് കൂടുതൽ ഫീൽ ടച്ച് ചെയ്തു. ഇതാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഗംഭീരമായി, ഓവറോൾ റിയലി സൂപ്പർ. ശിവദാസ് സാറെ, കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, ഇനിയും അടുത്ത കഥയ്ക്ക് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു സതീഷ് സാർ. താങ്ക് യു സാർ. സഹസ്രനാമൻ സാർ ഉണ്ടോ? പ്രദീപ് സാർ, ജയചന്ദ്രൻ, ജോഷി സാർ. ജയചന്ദ്രൻ സാർ പറയും. ഞാൻ ഇന്ന് അല്പം പ്രാക്ടീസ് തിരക്കായതുകൊണ്ട് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞാ കയറിയത്, സോറി. പക്ഷെ ഞാൻ എൻ്റർ ചെയ്തപ്പോഴ് ശരിക്കും പറഞ്ഞാല് ഈ നിരത്തി നിർത്തി വെടിവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനിലേക്ക് നമ്മൾ പെട്ടെന്ന് എൻ്റർ ചെയ്യുന്നതിന്റെ കൂട്ടൊരു ഫീൽ ആയിരുന്നു എനിക്ക്. ഇത് അവിടെ തൊടാൻ പറ്റില്ല, ഇവിടെ തൊടാൻ പറ്റില്ല, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഈ രീതിയിൽ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്ത ഒരു വല്ലാത്ത കണ്ടീഷനിൽ ഇരിക്കുന്ന ഒരു ഫീലിലാണ് ഞാൻ ഇത് കേൾക്കാൻ തുടങ്ങുന്നത്. ശരിക്കും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ ശിവരാജ് സാറ് നല്ലൊരു സിനിമ ഡയറക്ടർ ആവാനുള്ള എല്ലാ കണ്ടന്റ്സും സാറിന്റെ കയ്യിലുണ്ട്. ഈ കഥാകൃത്ത് തന്നെ ഒരു കഥ അവതരിപ്പിക്കുമ്പോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഈ കഥാകൃത്ത് തന്നെ ഒരു കഥ അവതരിപ്പിക്കുമ്പോ ഏത് വാക്ക് സ്ട്രെസ് ചെയ്യണം, ഏത് വാക്ക് പതുക്കെ പറയണം, ഏത് വാക്ക് കടുപ്പിച്ച് പറയണം എന്നൊക്കെ ഉള്ളത് ആ കഥാകൃത്തിന് നല്ല വ്യക്തമായ ധാരണയുണ്ടാവും. അത് നമ്മൾ അങ്ങനെ ഒരു കഥ കേൾക്കുമ്പോഴാണ് അതിന്റെ ഇമ്പാക്ട് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഡയറക്ടറിന്റെ എല്ലാ സാധ്യതയും ശിവരാജ് സാറിന് ഉണ്ടെന്നുള്ളത് ഇന്ന് എനിക്ക് മനസ്സിലായി. മറ്റേത് കാണുമ്പോൾ കഥാകൃത്ത് സാഹിത്യകാരൻ ഈ ലെവലിലായിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനല്ല. പിന്നെ ഇതിനകത്ത് പറഞ്ഞ ഒരേ ഒരു സിറ്റുവേഷനിൽ മിനിറ്റുകൾ കൊണ്ട് കഥാപാത്രം മാറി അടുത്ത കഥാപാത്രമാവുകയും ആദ്യത്തെ കഥാപാത്രത്തിനെ കുറിച്ചുള്ള അഭിപ്രായം രണ്ടാമത്തെ കഥാപാത്രത്തിന്റെ വ്യൂവിൽ കൂടെ നമ്മൾ കേൾക്കുകയും ചെയ്യുമ്പോൾ സെക്കൻഡ്സിനുള്ളിൽ സീൻ മാറി. നമ്മൾ ഉടനെ ആ രണ്ടാമത് പറഞ്ഞ ആള് സെയിം ആള് തന്നെ രണ്ടാമത്തെ ആളായിട്ട് മാറി ആദ്യത്തെ ആളിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ആ സാഹചര്യം മൊത്തം മാറി അത് ഉൾക്കൊണ്ട് അടുത്ത ആളിന്റെ പുറകിൽ ഒരു അന്വേഷണത്തിന് പോവാണ്. അവരങ്ങനെയാണോ, അവരിങ്ങനെ കുറ്റം പറയുന്ന ആളാണ്, മകൻ ഊമയായി പോയി, ധർമ്മക്കാര് പിടിച്ചോണ്ട് പോയി, അതിനൊരു ഇമ്പാക്ട് ഒരു മദർ എന്നുള്ള രീതിയിൽ അവർക്ക് വരുന്ന ഫീലൊക്കെ റിപ്പോർട്ടർ സ്പീച്ചിൽ മറ്റേ ആള് ഇങ്ങനെ പറയുമ്പോൾ
ശരിക്കും പറഞ്ഞാൽ എത്രമാത്രം കുശുമ്പും അസൂയയും കൂടിയ ഈ വൈനോട്ടമ്മ എന്ന് പറയുന്ന ആ ടീച്ചറിന്റെ ആ ഇമ്പാക്ട് ഒക്കെ എന്തോ നമുക്ക് മനസ്സിലാവുന്നു. പിന്നെ ഈ അതിന്റെ ഏറ്റവും അവസാനം കൊണ്ടുവന്നിട്ട് മുമ്പേ ഒരു സാറ് പറഞ്ഞ പോലെ ഈ ഓങ്കാരത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഈ സംഗതി കൊണ്ടുവന്ന് ഒരൊറ്റ അടി അവിടെ തീർന്ന് നമ്മുടെ മനസ്സിലൊക്കെ നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ വ്യാപൃതമായിട്ട് വേറെ മേഖലകളിലോട്ടൊക്കെ പോയവനെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് തിരിച്ചു കൊണ്ടുവന്നു. ഇതിനൊരു നല്ല മനോഹരമായ ഒരു എൻഡായിരുന്നു. അതാണ് എനിക്ക് മനസ്സിലായത് ഇതിനകത്തുനിന്ന്. പിന്നെ ഒരേ സംഭവം പല ആംഗിളിൽ നമ്മൾ ഓരോരുത്തരും കാണുന്നതും അതിന്റെ ഇമ്പാക്റ്റുകൾ നമ്മൾ പറയുന്നതും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഒന്നാലോചിച്ചാൽ ഈ കാണുന്ന ലോകത്ത് ഇതെല്ലാം ഇങ്ങനല്ലേ, ഓരോരുത്തർക്കും അവരുടെ വീക്ഷൻസ് ആണ്, അവരുടെ വീക്ഷണമാണ്. അത് ഇതിന്റെ റിയാലിറ്റിയുമായിട്ട് അതിന് ബന്ധം ഉണ്ടാവണമെന്നില്ല. എല്ലാം ഈ പറയുന്നതെല്ലാം ഇത് ഇത്രയും ഇങ്ങനെ ഒരു സംഘർഷഭരിതമായ, സംഘർഷം എന്നുള്ള വാക്കും ശരിയല്ല, ഇത്രയും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കഥ മനസ്സിൽ ആലോചിക്കുകയും അതിനെ ക്രോഡീകരിച്ചു കൊണ്ടുവന്നിട്ട് ഈ മാലയിൽ മുത്തുകൾ അടുക്കുന്നതിന്റെ കൂട്ട് അടുക്കി കൊണ്ടുവന്നിട്ട് ആ ഒരു മാല നല്ല സുന്ദരമായ രീതിയിൽ കെട്ടിത്തീർക്കുകയും ചെയ്യുന്നതിന് ഒരപാരമായ ഒരു കഴിവ് വേണം. അത് ഞാൻ 100% സാറിന് മാർക്ക് തരികയാണ്. റിയലി അപ്രീഷിയേറ്റിംഗ് ഫോർ എൻ എക്സലൻസ് പെർഫോമൻസ്. ഈ കഥയുടെ പ്രസന്റേഷൻ തന്നെ ഇടയ്ക്ക് വെള്ളം കുടിക്കേണ്ടി വന്നെങ്കിലും ഒന്നായിരുന്നു. അത് അതിന്റെ ഓരോ ഇമ്പാക്റ്റും എനിക്ക് ഫീൽ ആവുന്നുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ. താങ്ക് യു സർ. താങ്ക് യു സർ. വളരെ ക്ലോസ് സാറ് ആയിട്ട് നൽകിയ മൗനത്തിനും കൂടുതൽ അർത്ഥമുണ്ടായി അല്ലെ? സാറ് ഓരോ മൗനങ്ങൾ കൊടുത്തതിനും നല്ല അർത്ഥവ്യാപ്തി ഉണ്ടായിരുന്നു എന്നാണ് ചിന്തിക്കുന്നത്. വരാനാണ് രമാവതി മാം കേൾക്കുന്നു? അനസ്, ഉഷാകുമാരി, വിനോദ് കുമാർ, വളരെ നല്ലൊരു കഥ, സാറ് എഴുതിയ കഥ നല്ല ഫീലോട് കൂടി സാർ അവതരിപ്പിച്ചു. വളരെ നന്നായിട്ട് ഞങ്ങളത് ആസ്വദിച്ചു. താങ്ക് യു സർ. സാറേ എന്താ പറയണ്ടേ സാറിന് ഈ കഥ അവതരിപ്പിക്കുമ്പോ ഞാൻ നമ്മളിങ്ങനെ സാറേ നമ്മള് മൗനത്തിലേക്ക് പോയിട്ട് നമ്മള് ശരിക്കും ആ കഥ തീരുന്നവരെ അങ്ങനെ ആയിപ്പോന്നു സാറേ. കാരണം ഈ അതാ ഒരു ഇപ്പൊ എല്ലാരും പറഞ്ഞ പോലെ പിന്നെ കാതികന് കഥ പറയുന്നവർക്ക് അത് നമ്മളെ അതിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് അവിടെ ചെവികൾ അവിടെ കൊണ്ടെത്തിക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെത്. പിന്നെ ശ്രദ്ധ എവിടത്തേക്കും പോകുന്നില്ല. സത്യം പറയട്ടെ സാർ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇവിടെ 5 പേര് വരുന്നു വന്നിരിക്കുക. ഞാൻ പുറത്തായിരുന്നു, കോഴിക്കോട് ഒരു ഓഡിഷന് വേണ്ടി ഇപ്പൊ വന്നതേ ഉള്ളൂ. മോൻ പറഞ്ഞു എല്ലാരും ഒന്ന് റെഡിയാവും പുറത്തുനിന്ന് കഴിക്കാൻ പോണെന്ന്. ഞാൻ മോനോട് പറഞ്ഞു അവർ ബേക്കൽ കോട്ടയിൽ വരിക. ഞാൻ പറഞ്ഞു മോനെ ഞാനും അച്ഛനും ഡാഡിയും കപ്പ കഴിച്ചു, മത്തി ഉണ്ടായിരുന്നു, നമുക്ക് പുറത്തുനിന്ന് കഴിക്കണ്ട, സത്യ കഥ കേൾക്കാനായിരുന്നു. ഇങ്ങനെയുള്ള കഥ കേൾക്കാനായിരുന്നു സാറേ. ഈ സാറിന്റെ സാബു സാറ് നമ്മളിങ്ങനെ കൂട്ടിയിരിക്കുകയാണെങ്കിൽ അപ്പം നല്ല കഥയായിരുന്നു സാറേ. ഗൗതമി എന്ന് പറയുമ്പോ നമ്മള് ഗൗതമി ഇതുപോലെയുള്ള കുട്ടികള് ഇപ്പോഴും അങ്ങനെ ചില സമയത്ത് ഞാനിങ്ങനെ ശ്രദ്ധിച്ചത്, അതായത് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാല് കുട്ടിക്ക് ഇപ്പൊ മുട്ടാളന്മാര് അവരെ ബുദ്ധിമുട്ടിച്ചു എന്നുള്ള രീതിയിൽ പ്രശ്നം വന്നു കഴിഞ്ഞാല് അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് ശ്രദ്ധിക്കപ്പെടണം എന്നുള്ള രീതിയിൽ ആ മാർക്ക് കിട്ടിയിട്ടാകുമ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ച. കാരണം അവളിങ്ങനെ ഒരു പ്രശ്നം ഇങ്ങനെ എല്ലാരും മനസ്സിലുണ്ട് ഇങ്ങനെ കുറെ. അപ്പൊ പിന്നെ അത് മറികടന്നിട്ട് ഇപ്പൊ എല്ലാം മാർക്ക് പ്ലസ് 2 ഇങ്ങനെ ഫുള്ള് മാർക്ക് എടുത്തിന്. അപ്പൊ എന്തോ പ്രത്യേകത ഉള്ളതാണ്. SSLCക്ക് ആ മാർക്കൊന്നും ഉണ്ടായില്ല. അപ്പം സാധാരണ അമ്മമാര് എത്ര വിഷമം ഉണ്ടെങ്കിലും കുട്ടികളെ ദേഷ്യപ്പെടാം. അത് ശപിച്ചുകൊണ്ടും കൊണ്ടൊന്നല്ല, ശാപവാക്കൾ ഉണ്ടെങ്കിലും അവർക്കിങ്ങനെ എന്താ പറയേണ്ടത്, അവരെ മനസ്സിലുള്ളത് ഒഴിയാണ്, കെട്ടടങ്ങാണ്. അപ്പം കുട്ടികൾ ആ പറഞ്ഞ ഉടനെ തന്നെ അവരെ മനസ്സിൽ അയ്യോ ഞാൻ പറഞ്ഞു പോയല്ലോ, ഒന്നും വരുത്തല്ലേ ദൈവമേ എന്നും കൂടി അതിൻ്റെ ഒന്നിച്ച് ആഡ് ചെയ്യുന്നുണ്ടാവുന്ന എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഒരമ്മ എന്നുള്ള നിലയിൽ എല്ലാവരും ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ ടീച്ചർമാര്, അതിലിപ്പോ ആ ടീച്ചർ അവളെ കൊണ്ടുപോയിട്ട് ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും അവർക്ക് ഈ കുട്ടിക്ക് മാർക്ക് കിട്ടിയതിലല്ല പ്രശ്നം. എന്റെ മോള് എല്ലാത്തിലും A+ ആയിരുന്നു SSLCക്ക്, എന്നിട്ട് പോലും എന്റെ മോൾക്ക് ഇങ്ങനെ കിട്ടിയില്ലല്ല. അപ്പൊ നിനക്ക് അറിയാവുന്ന കാര്യമല്ലെന്ന് ആ കുട്ടീനെ ഇങ്ങനെ പറഞ്ഞ് വിഷമിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാരും പറഞ്ഞ പോലെ പിന്നെ എല്ലാം സംഗതി മാറുകയാണ്.
പിന്നെ ഹൈമവതി ടീച്ചർ അല്ലെ സാറേ, അല്ല വിലാസിനി 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 ടീച്ചർ പിന്നെ മാറുകയാണ്. അപ്പം പിന്നെ രണ്ടാമത് വിലാസിനി വഴിപാട്ടം ടീച്ചർ രണ്ടാമത് ഒരു പാവാട ഇട്ടിട്ട് പിന്നെ ബ്ലൗസൊക്കെ ഇട്ടിട്ട് ആ കുട്ടിത്തത്തില്, അതായത് ആ ചെറുപ്പകാലത്തിലേക്ക് പോവുകയാണ്, പാവാട പ്രായത്തിലേക്ക് പോയിട്ടാണ് പിന്നെ ഇത്. അപ്പൊ നടന്നു പോകുന്നതും അവര് തമ്മിലുള്ള സംസാരം, പിന്നെ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഇങ്ങനെ അസുഖമുള്ള കുട്ടികളാണെങ്കിൽ പോലും ആ കുട്ടികൾക്ക് വല്ലാത്ത തരത്തിലുള്ള ഇങ്ങനെ അവള് പറഞ്ഞല്ലേ ഈ ചേഷ്ട, അപ്പം കൗൺസിലിങ്ങിന് വന്നവരെ ഓടിച്ച ചേഷ്ട, പിന്നെ വേണ്ടാത്ത തരത്തിലുള്ള ചേഷ്ടകൾ കാണിച്ചിട്ട്, അശ്ലീല ചേഷ്ടകൾ കാണിച്ചിട്ടാണ്. അങ്ങനെ ഓടിക്കുമ്പോഴും അവള് പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനെ അത് പറഞ്ഞു തന്നതും പിന്നെ ടീച്ചറുടെ മകനാന്നുള്ള രീതിയിൽ, മൃണാളാണെന്നുള്ള രീതിയിൽ. പക്ഷെ മൃണാളിന് നല്ല ഇഷ്ടമായിരുന്നു, അപ്പം അതിപ്പോ എനിക്ക് തോന്നുന്നു ആ ടീനേജിന്റെ ഒരു ഇതിൽ വന്നില്ലേന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു 13 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾ തമ്മിൽ കാണുമ്പോ എവിടെയൊക്കെ തൊടണം എന്നുള്ള ഇതും ആ ഒരു മീശ മുളക്കുമ്പോഴും പെൺകുട്ടിയൊക്കെ ഇങ്ങനെ ഇതായിരുന്നു, ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ട് സാറിന്റെ കഥയില്. അപ്പം അവസാനം എല്ലാരും പറഞ്ഞു ധ്യാനത്തിലെത്തുമ്പോ നമ്മളും അങ്ങനെ അവസാനം നമ്മളിങ്ങനെ അവാക്കിയായിപ്പോന്ന് പറയുന്നില്ല, അതുപോലെ ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുന്നില്ലേ, അതുപോലെ ആയിപ്പോയി. ശരിക്കും നല്ല കഥയായിരുന്നു സാറേ. താങ്ക് യു സാർ. താങ്ക് യു മാം. മറ്റു പലരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം ടീച്ചർ ശ്രദ്ധിച്ചു. മറ്റേ അറിയാതെ നമ്മൾ ശാപവാക്കുകൾ ഉച്ചരിക്കുന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ടീച്ചർ വളരെ പെട്ടെന്ന് ശ്രദ്ധിച്ചു. ഏതായാലും ആ ഒരു ഫീല് ടീച്ചർ നന്നായിട്ട് എൻജോയ് ചെയ്തു, അനുഭവിച്ചു വന്നു. കാര്യം മൗനം, നമ്മൾ വെറുതെ മൗനം എന്നുള്ള വാക്ക് എഴുതിയാൽ പോരല്ലോ. മൗനം എന്ന് നമ്മൾ പറഞ്ഞ് കഥയിലേക്ക് കൊണ്ടുവരുമ്പം ആ മൗനം വായനക്കാരനിലേക്ക് എത്തണം. അതിനുള്ള കുറേ ശ്രമങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഡെൽ സഹസ്രനാമം ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്യാമോ? നാഷ്, ജോഷി സാർ കേൾക്കുന്നുണ്ടോ? പ്രദീപ് റാവു സാർ? ഓക്കെ സാർ. അപ്പം ശിവരാജ് സാറിനെ പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യാം. അടുത്ത കഥയുടെ ഡേറ്റ് പറഞ്ഞുകൊണ്ട് കൺക്ലൂഡ് ചെയ്യുക. അടുത്ത കഥയുടെ ഡേറ്റ് പറഞ്ഞുകൊണ്ട് കൺക്ലൂഡ് ചെയ്യുക. അല്ല, ഞാൻ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സദസ്സിൻ്റെ മുമ്പിൽ, മനസ്സിലാക്കുന്നത് പറയാൻ പറ്റുന്ന ഒരു സദസ്സിൻ്റെ മുമ്പിൽ, വളരെ പണ്ഡിതോചിതമായ ഒരു സദസ്സിൻ്റെ മുമ്പിൽ ഇതൊന്ന് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വലിയ പുണ്യമായിട്ട്, വലിയ വലിയ സന്തോഷമായിട്ട്, വലിയ തൃപ്തിയായിട്ട്, ഒരു സാഫല്യമായിട്ട് ഒക്കെ കാണുകയാണ്. കാരണം ഞാൻ തന്നെ പലപ്പോഴും എഴുത്തും വായനയും ഒക്കെ ഇത്തിരി കുറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് സാബു സാർ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി തരുന്നത്. ഒന്ന് റിജുവിനേറ്റ് ചെയ്യുകയായിരുന്നു. കാര്യം ഞാൻ കുറച്ച് കൗൺസിലിങ്ങിൽ അങ്ങ് മുഴുകിപ്പോയിരുന്നു. അപ്പോൾ മറ്റേ ഇദ്ദേഹം പറഞ്ഞതുപോലെ വാക്കുകൾ കൗൺസിലിങ്ങിലാണെങ്കിലും നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. വായിൽ തോന്നിയത് വിളിച്ചു പറയാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു വലിയ ഒരു കാഴ്ചപ്പാട് നമ്മളുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല ഇത് നമ്മളുടെ ഈ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഫീലിങ്സിനെ എങ്ങനെ കഥയിലേക്ക് കൊണ്ടുവന്ന് അത് അനുവാചകനിലേക്ക് എത്തിക്കാം. ഇപ്പം മൗനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വായിക്കുന്ന ആളിനത് ഫീല് ചെയ്യാൻ എന്ത് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു എഫർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഈ കഥ പറഞ്ഞതുപോലെ. മറ്റേ സുഗോധരൻ സാറൊക്കെ പറഞ്ഞതുപോലെ ഒത്തിരി മനനവും ഒത്തിരി തപസ്സും ഇതിൻ്റെ പുറകിൽ ഉണ്ടായിട്ടുണ്ടാവണം. കാര്യം 10-17 വർഷം എഴുതിയിട്ട് ഞാനും ഇപ്പോൾ ഒരു ഒബ്സർവറെ പോലെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. ഏതായാലും ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തന്നതിൽ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇതിന് ഹൃദയം തുറന്ന് അഭിപ്രായങ്ങൾ പറഞ്ഞ് എന്നെ ഒരു വലിയ എലിവേഷനിലേക്ക് കൊണ്ടുവന്ന എല്ലാവരോടും ഞാൻ വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത രീതിയിലുള്ള നന്ദിയുണ്ട്. നന്ദി, നമസ്കാരം.
താങ്ക് യു സാർ. തീർച്ചയായും വളരെ സന്തോഷം. കഥകൾ കേൾക്കുമ്പോൾ അതിന്റെ ആ വൈകാരികമായ അവസ്ഥകളെ കൃത്യമായിട്ട് മനസ്സിലാക്കി നമുക്ക് കേൾക്കുകയും തരികയും, അത് എഴുതിയ ആൾ തന്നെ പറയുമ്പോൾ ഇല്ല, എഴുത്തുകൾക്കപ്പുറമാണ് അത് കൃത്യമായിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വികാരങ്ങളും എല്ലാം വളരെ മനോഹരമായിട്ട് സാർ അത് ചെയ്തു. അപ്പോൾ വളരെ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. സതീഷ് സാർ പറഞ്ഞ പോലെ അടുത്ത കഥ, സാധാരണ സാറ് കഥ റെഡിയാകുമ്പോൾ എന്നോടൊന്ന് പറയും, സാറെ ഒന്ന് റെഡിയാക്കിയേക്കണം എന്ന് പറയും. അപ്പൊ ആ ഒരു വേണ്ടി ഞാനും വെയിറ്റ് ചെയ്യാണ് സാറിന്റെ അടുത്ത റെഡിനെസ്സിന് വേണ്ടി. സുധോരൻ സാറിനൊക്കെ പറയുന്നോ പിന്നെ ഡോക്ടർ? സാറ് നമുക്ക് ഈ സാറിനെ വിടാതെ പിടികൂടണേ. നമുക്ക് ഇതുപോലെ വിസ്മയകരമായ കഥകളൊക്കെ കേൾക്കാൻ ഒരു വലിയൊരു അവസരമാണ്. കാരണം നമ്മൾ സാധാരണ കഥകളൊക്കെയാണ് കേൾക്കാറുള്ളത്. ഇതേപോലെ ഗംഭീരമായിട്ടുള്ള കഥകളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിന് വലിയൊരു മുതൽക്കൂട്ടാണ് ഇതില്. ആ ഒരു പുതുമ അത്. അപ്പൊ ശിവരാജ് സാർ, നമ്മളുടെ പ്രയത്നത്തിന് ഇത് വലിയൊരു ഫലമാണ്. സാറേ എല്ലാരും പറഞ്ഞ പോലെ മൂവിയിലേക്കുള്ള കഥകളും നമുക്ക് സാറിന്റെ പ്രതീക്ഷിക്കാം. മൂവി ഒരു മോട്ടിവേഷൻ ആണ്. ഇതാണ് സാർ പറഞ്ഞ മോട്ടിവേഷൻ. സാറ് പറഞ്ഞതിനകത്ത് ഒരു വാക്ക് എനിക്ക് ഭയങ്കര ഇംപ്രസീവായിട്ട് തോന്നി. വാക്കുകൾ അടക്കി വന്നവൻ. അവൻ ഊമയാണെന്ന് പറയുന്നതിന് പകരം വാക്കുകൾ അടക്കി വന്നവനാണ് ഞാൻ എന്നൊരാള്, ഒരു കഥാകൃത്ത് ആ ആളിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് അയാൾ ഊമയാണെന്നുള്ളത് ആ ഒറ്റ വാക്കി വന്നു. അല്ലാതെ വളരെ ദാറ്റ് വേർഡ് ഈസ് വെരി നൈസ് കേൾക്കാൻ. താങ്ക് യു. ഓക്കെ, അപ്പൊ താങ്ക് യു വെരി മച്ച്. നാളെ നമുക്ക് മൈൻഡ്ഫുൾനെസിന്റെ ദിവസമാണ്. മൈൻഡ്ഫുൾനെസിന്റെ മനോഹരമായ മറ്റൊരു ടോപ്പിക്കാണ്. നമുക്ക് എങ്ങനെ നമ്മളെ തന്നെ കൂടുതൽ അറിയാം എന്നുള്ള ഒരു വിഷയമാണ് നാളെ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനിലൂടെയും അതിന്റെ തിയറി പാർട്ടിലൂടെയും ആന്റണി സാർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഇന്ന ദിവസം നമുക്ക് ഇവിടെ പറയാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. പ്രത്യേകിച്ച് ശിവരാജ് സാറിന് ഒരിക്കലൂടെ നന്ദി സ്നേഹം അറിയിക്കുന്നു. ഗുഡ് നൈറ്റ്. സീ യു. ഓക്കെ, ഗുഡ് നൈറ്റ്.